بسم الله الرحمن الرحيم الذين يستمعون القول فيتبعون أحسنه أولئك الذين هداهم الله وأولئك هم أولو الألباب. വചനങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുകയും നല്ലത് പിൻപറ്റുകയും ചെയ്യുന്ന എന്റെ ദാസന്മാർക്ക് നീ സന്തോഷവാർത്ത അറിയിക്കുക. അവർക്കാകുന്നു അള്ളാഹു മാർഗദർശനം നൽകിയിരിക്കുന്നത്. അവർ തന്നെയാകുന്നു ബുദ്ധിമാന്മാർ. السلام عليكم ورحمة الله. الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. നമ്മൾ ഇന്നു മുതൽ പുതിയൊരു ക്ലാസ് ആരംഭിക്കുകയാണ്. റിയാദുസ് സാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥമാണ് നമ്മുടെ ക്ലാസിൻ്റെ വിഷയം. റിയാദുസ് സാലിഹീൻ എന്ന പേര് നിങ്ങൾ ധാരാളമായി കേട്ടിട്ടുണ്ടാകും. റിയാദുസ് സാലിഹീൻ മിൻ കലാമി സയ്യിദുൽ മുർസലീൻ എന്നാണ് ആ ഗ്രന്ഥത്തിൻ്റെ മുഴുവൻ പേര്. റിയാദുസ് സാലിഹീൻ മിൻ കലാമി സയ്യിദുൽ മുർസലീൻ. ഇമാം നവവി റഹിമഹുല്ലയാണ് അങ്ങനെ ഒരു ഗ്രന്ഥം ക്രോഡീകരിച്ച് ഉണ്ടാക്കിയത്. റിയാദുസ് സാലിഹീൻ എന്ന പേര് അത് അന്വർത്ഥമാക്കുന്നത് പോലെ അതിൻ്റെ ആശയം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും. റിയാദ് എന്ന് പറഞ്ഞാൽ തോട്ടം, പൂന്തോട്ടം, പൂന്തോപ്പ് എന്നൊക്കെയാണ്. നല്ല ഗാർഡനാണ് റിയാദ് എന്ന് പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബറിനെ കുറിച്ച് പറഞ്ഞെടുത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ടല്ലോ, അല്ലാഹുമ്മ ജഅൽ ഖബ്രി റൗളതൻ മിൻ റിയാദിൽ ജന്ന. റിയാദിൽ ജന്ന, സ്വർഗത്തിലെ തോട്ടത്തിന് പറയാൻ നബി തിരുമേനി ഉപയോഗിച്ച പദമാണ് റിയാദ്. റൗളത്തും മിൻ റിയാദിൽ ജന്ന, സ്വർഗത്തിലുള്ള റിയാദു അസ്സാലിഹീൻ, സാലിഹീങ്ങളുടെ ഗാർഡൻ. ഇപ്പം പല ഗാർഡനുകളുണ്ട്, പല തോട്ടങ്ങളുണ്ട്, പക്ഷെ സാലിഹീങ്ങൾക്കുള്ള ഗാർഡൻ, അതാണ് ആ പേര് റിയാദുസ് സാലിഹീൻ. അപ്പോൾ നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ കുറച്ച് കാലം നമ്മൾ ഇരിക്കാൻ പോകുന്നത് സാലിഹീങ്ങളുടെ ഒരു പൂന്തോട്ടത്തിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. സാലിഹീങ്ങളുടെ പൂന്തോട്ടം. റിയാദുസ് സാലിഹീൻ മിൻ കലാമി സയ്യിദുൽ മുർസലീൻ. സയ്യിദുൽ മുർസലീൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇമാം നവവി നൽകിയ വിശേഷണമാണ്. അപ്പോൾ റസൂലുള്ളാഹിൻ്റെ സംസാരങ്ങളിൽ നിന്നുള്ള റിയാദുസ് സാലിഹീൻ ഹദീസുകളാണ് ഉദ്ദേശിക്കുന്നത്. ഇമാം നവവി റഹിമഹുല്ലാ ഹദീസ് എന്ത് എന്ന് ഞാൻ വിശദീകരിക്കേണ്ടതില്ല, നിങ്ങൾക്കൊക്കെ അറിയാം. നമ്മൾ ആവശ്യമില്ലാതെ കുറേ വിശദീകരിച്ചു പോയാൽ ഈ ഗ്രന്ഥം നമുക്ക് പൂർത്തിയാക്കാൻ കഴിയില്ല എന്നതുകൊണ്ടാണ്. ഖുർആനും ഹദീസും ഇസ്ലാമിൻ്റെ മൂല പ്രമാണങ്ങളാണ്, അടിസ്ഥാനമാണ് ഹദീസ്. ഖുർആൻ പോലെ തന്നെ അടിസ്ഥാനമാണ് ഹദീസ്. വമാ ആതാക്കുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാക്കും അൻഹു ഫൻതഹു. അല്ലാഹു തആല ഖുർആനിലൂടെ പഠിപ്പിച്ചതാണ്. റസൂൽ നിങ്ങൾക്ക് എന്തു നൽകിയോ അത് നിങ്ങൾ സ്വീകരിക്കണം. ഫഖുദൂഹു, നിങ്ങൾ സ്വീകരിക്കണം. റസൂൽ നൽകിയതാണ് എന്ത്? ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകിയതാണ് ഹദീസ്. അതെങ്ങനെ സ്വീകരിക്കണം? നല്ല സംതൃപ്തമായ മനസ്സോടുകൂടി സ്വീകരിക്കണം. അതും അല്ലാഹു തആല നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്.
നമുക്ക് ഒരു അനിഷ്ടകരമായി സ്വീകരിക്കാൻ. ഹദീസ് അത് പക്ഷെ എന്താ ഇപ്പം ചെയ്യുക, സ്വീകരിക്കല്ല നിവൃത്തിയില്ലല്ലോ, അതല്ല. നബി പറഞ്ഞല്ലോ അതുകൊണ്ട് സ്വീകരിക്കുകയല്ലാതെ നിവൃത്തിയില്ലല്ലോ, അങ്ങനെയല്ല. യുസല്ലിമു തസ്ലീമ എന്ന് അള്ളാഹുവിൻ്റെ ഭാഷ. നിങ്ങൾക്കതുകൊണ്ട് നിങ്ങളുടെ മനസ്സിൽ ഒരു ഹറജ് തോന്നരുത്. ഹറജ് എന്ന് പറഞ്ഞാൽ ചെറിയ തരം പ്രയാസമാണ്, അത് സ്വീകരിക്കണോണ്ട് ഒരു പ്രയാസം പറ്റില്ല. മാത്രമല്ല വയുസല്ലിമു തസ്ലീമ, സമ്പൂർണമായി അതിനെന്ത് ചെയ്യണം, സമ്പൂർണ്ണ സംതൃപ്തിയോടുകൂടി നല്ല മനസ്സോടുകൂടി ഹദീസിനെ സ്വീകരിക്കണം. അപ്പോൾ അതാണ് ഹദീസ്. കാരണം അല്ലാഹു തആല തന്നെ നമ്മളോട് പറഞ്ഞത് അത്തിയുല്ലാഹ വ അത്തിയുർ റസൂൽ എന്നാണ്. നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കണം, റസൂലിനെയും. അള്ളാഹുവിനെ അനുസരിക്കുന്നത് പോലെ തന്നെയാണ് റസൂലിനെയും അനുസരിക്കേണ്ടത്, ഒരു വ്യത്യാസവുമില്ല. അതുകൊണ്ട് ആ വ്യത്യാസമല്ല എന്ന് ബോധ്യപ്പെടുത്താൻ അള്ളാഹു ചില സ്ഥലങ്ങളിൽ ഈ അനുസരണത്തെക്കുറിച്ച് പറയുന്നത് അത്തിയുല്ലാഹ വർ റസൂൽ എന്നാണ്. അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കണം. അള്ളാഹിനെ അനുസരിക്കുന്നത് പോലെ റസൂലിനെയും അനുസരിക്കണം. അള്ളാഹുവിനെ അനുസരിക്കുന്നത് ഒരു തരം ഉപാധിയുമില്ലാതെയാണ്, ഒരു തരം നിബന്ധനയുമില്ലാതെയാണ്. അതുപോലെ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കണം. ഇതൊക്കെയാണ് ഹദീസിനെ കുറിച്ച് പറയാനുള്ളത്. ഹദീസും ഖുർആനും തമ്മിലുള്ള വ്യത്യാസം, ഹദീസ് പ്രധാനമായ വ്യത്യാസം, ഖുർആൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആശയവും അതിൻ്റെ വാക്കുകളും അള്ളാഹുവിൽ നിന്ന് വഹയ്യായി ലഭിച്ചതാണ്. അങ്ങനെ തന്നെ വന്നത്, അതിൽ റസൂലൊന്നും കൂട്ടിയിട്ടില്ല. അങ്ങനെ അലിഫ് ലാം മീം, റസൂലിന് അറിയില്ലായിരുന്നു എന്താ അലിഫ് ലാം മീം വരുമ്പോൾ. അങ്ങനെ തന്നെ പറഞ്ഞിരുന്നു. നമുക്ക് അറിയില്ല എന്നുള്ളതുകൊണ്ടൊരു ഒരു ഒരു കുറച്ച് കഴിയട്ടെ നമുക്ക് മനസ്സിലായിട്ട് പറഞ്ഞു കൊടുക്കാം, ഇല്ല, അലിഫ് ലാം മീം മനസ്സിലായല്ലോ. രണ്ടും അള്ളാഹുവിൻ്റേതാണ്, ആശയവും ഭാഷയും. ഹദീസ് ആശയം അള്ളാഹുവിൽ നിന്നുള്ള വഹയാണ്, അതിൻ്റെ വാചകങ്ങൾ, വാക്കുകൾ റസൂലുള്ളാഹിൻ്റെതാണ്, ഭാഷ റസൂലുള്ളാഹിൻ്റെതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലായല്ലോ. അതാണ് ഒരു കാര്യമായ വ്യത്യാസം. രണ്ടാമത്തെ ഒരു വ്യത്യാസം, പരിശുദ്ധ ഖുർആൻ അതിൻ്റെ ഓരോ അക്ഷരത്തിനും പ്രതിഫലമുണ്ട്. അത് വായിച്ചാൽ ഒരക്ഷരത്തിനും അലിഫുൻ ഹർഫുൻ വലാമുൻ ഹർഫുൻ വമീമുൻ ഹർഫുൻ എന്ന് പറഞ്ഞല്ലോ. അതിൻ്റെ ആശയം നിങ്ങൾക്ക് ഗ്രാഹ്യമായാലും ഇല്ലെങ്കിലും ശരി, ആശയം ഗ്രഹിക്കുക എന്നത് ഖുർആൻ ഓതിയാൽ കൂലി കിട്ടുന്നതിനുള്ള നിബന്ധന അല്ലേ അല്ല. അതുകൊണ്ടാണ് ഖുർആൻ ഓതിയാൽ കൂലി കിട്ടാൻ വേണ്ടി തെളിവായി റസൂലുള്ള പറഞ്ഞ വാചകം അലിഫ് ലാം മീം എന്നാണ്. ഉദാഹരണം പറഞ്ഞു കൊടുത്താൽ അതാണല്ലോ പറഞ്ഞത്, അലിഫുൻ ഹർഫുൻ വലാമുൻ ഹർഫുൻ വമീമുൻ ഹർഫുൻ. ആ അലിഫ് ലാം മീം നിങ്ങൾ ഓതിയാൽ നിങ്ങൾക്ക് 30 കൂലി കിട്ടും, 1-ന് 10. മനസ്സിലായില്ലേ? ആശയമുണ്ടോ അതിന്? ആശയമല്ല. എന്തുകൊണ്ട്? അത് അക്ഷരങ്ങളാണ്. അക്ഷരങ്ങൾക്ക് എന്തില്ല? ആശയമില്ല. ആശയം എന്തിനാണുള്ളത്? വാക്കുകൾക്കാണ്. അക്ഷരങ്ങൾ കൂടി വാക്കുകളായെങ്കിലേ അതിനെന്തുള്ളൂ? ആശയം. അലിഫ് വല്ല ആശയമുണ്ടോ? ഇല്ല. ഒരു അലിഫിന് ഞാനിങ്ങനെ ഇവിടെ വരച്ചാൽ ഒരാശയവുമില്ല. അല്ലെങ്കിൽ ലാം എന്ന് വരച്ചാൽ ആശയമില്ല, മീം എന്ന് വരച്ചാൽ ആശയമില്ല. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറ ആരംഭിക്കുന്ന അലിഫ് ലാം മീം എന്ന് ഞാൻ അങ്ങനെ വായിച്ചാൽ അതിനെന്തില്ല? ആശയമില്ല. എന്നാൽ അതേ അലിഫും ലാമും മീമും സൂറത്തുൽ ഫീലിലുണ്ട്, അലം. അതന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. അതേ അലിഫും ലാമും മീമുമാണ്. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബ്. അവിടെ അലിഫ് ലാം മീം തറ കൈഫ ഫഅല അല്ല, അലം. അപ്പം അലം എന്നത് വാക്കായി, അക്ഷരങ്ങളിൽ നിന്ന് അതെന്തായി? വാക്കായി. വാക്കായപ്പോൾ അതിനെന്തുണ്ട്? ആശയമുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ ഓതിയാൽ കൂലി കിട്ടുമെന്ന് പറയാൻ ഉദാഹരണമായി പറഞ്ഞത് വാക്കുകളെയല്ല, പിന്നെ എന്ത് മനസ്സിലാക്കണം? വാക്കുകൾക്ക് എന്തില്ല? ആശയം ഇല്ല. അക്ഷരങ്ങൾക്ക് എന്തില്ല?
ആശയം ഇല്ല. ആശയമില്ലെങ്കിൽ പോലും ഖുർആൻ ഓതിയാൽ എന്ത് കിട്ടും? അതാണ് ഖുർആൻ്റെ പ്രത്യേകത. എന്നാൽ ഹദീസിന് ആ പ്രത്യേകതയില്ല. നിങ്ങൾ ഹദീസ് ഇങ്ങനെ വായിച്ചാൽ ഓതിയാൽ അതിനെന്തില്ല? അതിൻ്റെ അക്ഷരങ്ങൾക്ക് കൂലിയില്ല. പക്ഷേ ഇതൊന്നും നമ്മളെ ഒരിക്കലും ഹദീസിനെ ഇസ്ലാമിൻ്റെ പ്രമാണമായി അംഗീകരിക്കുന്നതിൽ നിന്നൊരിക്കലും തടസ്സം നിൽക്കുന്ന കാര്യമല്ല. വ്യത്യാസങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന നിലക്ക് പറഞ്ഞു എന്ന് മാത്രം. ഹദീസിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് പഠിച്ചതും മനസ്സിലാക്കിയതുമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല. ഇമാം നബവി റഹിമഹുല്ല മഹാനായ പണ്ഡിതനാണ്. അദ്ദേഹത്തെക്കുറിച്ച് നിങ്ങൾ ധാരാളമായി കേട്ടിട്ടുണ്ടാകും. അദ്ദേഹത്തിൻ്റെ മഹത്വം നമുക്ക് മനസ്സിലാകാൻ സഹീഹ് മുസ്ലിം എന്ന ഗ്രന്ഥത്തിന് അദ്ദേഹം എഴുതിയ ഷറഹ് വിശദീകരണമുണ്ട്. മാത്രം മതി. സഹീഹ് മുസ്ലിം എന്ന് പറഞ്ഞാൽ സഹീഹുൽ ബുഖാരി കഴിഞ്ഞാൽ ഏറ്റവും അടുത്ത ഗ്രന്ഥമാണ് സഹീഹ്. എല്ലാവർക്കും അറിയാലോ. ആ സഹീഹ് മുസ്ലിമിന് എല്ലാ മുസ്ലിം ലോകം ഒന്നാകെ അംഗീകരിക്കുന്ന, ഇന്ന് വളരെ പ്രാധാന്യത്തോടുകൂടി മുസ്ലിം സമൂഹം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഷറഹ് വിശദീകരണ ഗ്രന്ഥം ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഷറഹാണ്. സഹീഹ് മുസ്ലിമിനുള്ള ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി ഹദീസിലും ഫിഖ്ഹിലും അഗാധ പാണ്ഡിത്യമുള്ള പണ്ഡിതനായിരുന്നു. ഇമാം മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫിഈ റഹിമഹുല്ലായുടെ ശിഷ്യനായാണ് ഇമാം നബവി തങ്ങൾ അറിയപ്പെടുന്നത്. ഇമാം നബവി വളരെ പ്രസിദ്ധനാണ്, പ്രത്യേകിച്ച് കേരളക്കാരുടെ ഇടയിൽ. കാരണം ഷാഫി മദ്ഹബ് പ്രചാരം സിദ്ധിച്ച ഒരു നാടാണ് നമ്മുടെ നാട്. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ പള്ളി ദർസുകളിലെയും അലമാരകളിൽ ഇമാം നബവിയുടെ പ്രസിദ്ധമായ ഒരു കിതാബ് കാണും, അൽ അദ്കാർ, ദിക്റുകൾ എന്ന് പറഞ്ഞ ഒരു ഗ്രന്ഥം. വളരെ പ്രസിദ്ധമാണ് ഇമാം നബവിയുടെ അദ്കാർ. ഇമാം നബവി വളരെ കുറച്ച് കാലം അദ്ദേഹം ജീവിച്ചിട്ടുള്ളൂ. 45 വയസ്സാണ് അദ്ദേഹത്തിൻ്റെ ആയുസ്. ആകെ 45 വയസ്സ്. നമുക്ക് അത്ഭുതം തോന്നും യഥാർത്ഥത്തിൽ. എനിക്കിപ്പോൾ 48 വയസ്സായി. ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി എഴുതിയത് മുഴുവൻ ഒരാവർത്തി നമ്മൾ വായിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ മഹത്വം നമുക്ക് ബോധ്യമാകാൻ അത് മാത്രം മതി. 45 വയസ്സേ അദ്ദേഹം ജീവിച്ചിട്ടുള്ളൂ. എന്നിട്ടും അദ്ദേഹത്തിൻ്റെ അത് നമുക്ക് ഈ റിയാദ് സാലിഹീനിലൂടെ കടന്നു പോകുമ്പോൾ അത് കൃത്യമായി മനസ്സിലാവും. ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഗ്രന്ഥം രചിക്കുമ്പോൾ, അല്ലെങ്കിൽ അദ്ദേഹം ക്രോഡീകരിച്ചതാണല്ലോ, രചിച്ചതല്ല. ഹദീസുകൾ ക്രോഡീകരിക്കുമ്പോൾ അദ്ദേഹം അതിൻ്റെ മുഖവുരയിൽ പറഞ്ഞ ഒരു വാചകം ഞാൻ ഈ ഗ്രന്ഥം എന്ത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി വായിക്കാം. ഏതൊരു ഗ്രന്ഥവും പുസ്തകവും നമ്മൾ ആദ്യം വായിക്കേണ്ടത് അതിൻ്റെ പ്രിഫൈസ് ആയിരിക്കണം, മുഖവുര. കാരണം മുഖവുരയിലാണ് എന്തിന് ഇത് എന്ന് പറയുക. ചിലപ്പോൾ മുഖവുര വായിച്ചാൽ തന്നെ നമുക്കതിൻ്റെ കണ്ടൻസ് പോലും അതിൻ്റെ ഉള്ളടക്കം പോലും മുഴുവൻ കിട്ടും. അപ്പോൾ അതുകൊണ്ട് മുഖവുര നാം പറയാതെ പോകരുത്. ഈ മുഖവുരയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ എന്തിന് ഈ ഗ്രന്ഥം എന്ന് അറിയാൻ വേണ്ടി മാത്രം കേൾപ്പിക്കുകയാണ്. അമ്മാ ബഅദ്, അദ്ദേഹം ഈ ഗ്രന്ഥം ഹംദും സലാത്തും ഒക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അദ്ദേഹം പറയുന്ന വാചകം അമ്മാ ബഅദ് ഫഖദ് ഖാല അല്ലാഹു തആല വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ മാ ഉരീദു മിൻഹും മിർ റിസ്ഖിൻ വമാ ഉരീദു അൻ യുത്ഇമൂൻ. സൂറത്ത് ദാരിയാത്തിലെ 56-57 വചനങ്ങളാണ്. അദ്ദേഹം അങ്ങനെയാണ് തുടങ്ങുന്നത്. നമുക്കറിയാവുന്ന ആയത്താണല്ലോ. ജിന്നിനെയും ഇൻസിനെയും സൃഷ്ടിച്ചത് എനിക്ക് മാത്രം ഇബാദത്ത് ചെയ്യാനാണ്. മാ ഉരീദു മിൻഹും മിർ റിസ്ഖിൻ, ഞാൻ അവരിൽ നിന്ന്, അല്ലാഹ് പറയുകയാണ്, ഞാൻ അവരിൽ നിന്ന് ഒരു ഉപജീവനവും ആഗ്രഹിക്കുന്നില്ല. വമാ ഉരീദു അൻ യുത്ഇമൂൻ, അവരെനിക്ക് ഭക്ഷണം തരണം, എന്നെ ഭക്ഷിപ്പിക്കണം അവർ എന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് അദ്ദേഹം അങ്ങനെയാണ് തുടങ്ങുന്നത്.
എന്നിട്ട് അദ്ദേഹം പറയുന്നത് വഹാദാ തസ്രീഹുൻ ബിഅന്നഹും ഖുലിഖൂ ലിൽ ഇബാദ ഫഹഖ അലൈഹിമുൽ ഇഅ്തിനാ ബിമാ ഖുലിഖൂ ലഹു വൽഇഅറാദു അൻ ഹുദൂദി ദുനിയ ബിസ്സഹാദ ഫഇന്നഹാ ദാറു നഫാദിൻ ലാ മഹല്ലു ഇഖ്ലാദ്. ഈ ആയത്തിൽ നമ്മൾക്ക് മനസ്സിലായി നമ്മെ സൃഷ്ടിച്ചതിൻ്റെ പ്രധാനമായ ലക്ഷ്യം എന്താണ്? ഇബാദത്താണ്. നമ്മളെ സൃഷ്ടിച്ചതിൻ്റെ പ്രധാന ലക്ഷ്യം ഇബാദത്താണ്. അതുകൊണ്ട് ആ സൃഷ്ടിക്കപ്പെട്ട ലക്ഷ്യത്തിന് വേണ്ടി പരിശ്രമിക്കൽ, അതിൽ ശ്രദ്ധിക്കൽ നമുക്ക് ബാധ്യതയാണ്. ഇദ്ദേഹം ഈ ഗ്രന്ഥം രചിക്കാനുള്ള കാരണം പറഞ്ഞു വരികയാണ്. എന്തിനു വേണ്ടി നമ്മൾ സൃഷ്ടിക്കപ്പെട്ടുവോ ആ സൃഷ്ടിക്കപ്പെട്ട ലക്ഷ്യത്തിന് വേണ്ടി ആ ലക്ഷ്യത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കൽ നമ്മുടെ ബാധ്യതയാണ്. ആ ലക്ഷ്യത്തിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് മാറലും നമ്മുടെ ബാധ്യത. അപ്പോഴേ നമ്മുടെ ലക്ഷ്യം പൂർത്തിയാവും. എന്തിനു വേണ്ടിയാണ് നമ്മളൊരു സാധനം ഉണ്ടാക്കിയത്? ആ സാധനം അതിൻ്റെ പണി നിർവഹിക്കണമല്ലോ. ഓരോന്നും അങ്ങനെയാണല്ലോ. അള്ളാഹു സൃഷ്ടിച്ച എല്ലാം അതിൻ്റെ പണി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് അള്ളാഹു ഖലഖ ഫഹദാന, അള്ളാഹു സൃഷ്ടിച്ച ശേഷം ആ എല്ലാ വസ്തുക്കളിലും അള്ളാഹു ഒരു പ്രോഗ്രാം ചെയ്തു. എന്താണ് നിനക്കുള്ള ഡ്യൂട്ടി എന്ന്. മരങ്ങളോടും ചെടികളോടും മൃഗങ്ങളോടും പക്ഷികളോടും പാമ്പുകളോടും ഒക്കെ എല്ലാവർക്കും കൊടുത്തു. അതതിൻ്റെ പണിയെടുത്തുകൊണ്ടിരിക്കണം. മനുഷ്യരെയും ജിന്നിനെയും സൃഷ്ടിച്ചത് ഇബാദത്തിന് വേണ്ടിയാണ്. അപ്പോൾ അവരെന്ത് ചെയ്യണം? ഇബാദത്ത് ചെയ്തുകൊണ്ടേയിരിക്കണം. ആ ഇബാദത്തിന് വിരുദ്ധമായ, ആ ഇബാദത്ത് ചെയ്യുന്നതിന് തടസ്സമാകുന്ന ഒന്നും അവർക്ക് വരാൻ പാടില്ല. അതുകൊണ്ട് ഫലിഹാദ കാനൽ ഇഖാലു മിൻ അഹ്ലിഹാ ഹുമുൽ ഉബ്ബാദ് വ അഖലുൻ നാസി ഫിഹാ ഹുമുസ് സഹാദ്. അദ്ദേഹം പറയുകയാണ്, അതുകൊണ്ട് മനുഷ്യരെ അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുക എന്ന ഒരു പ്രവർത്തനത്തിന്, അവരുടെ ഉറക്കത്തിൽ നിന്ന് അവരെ ഉണർത്തുക എന്ന ഒരു പ്രവർത്തനത്തിന് വേണ്ടിയാണ് ഞാൻ ഈ ഗ്രന്ഥം രചിച്ചത് എന്ന് അദ്ദേഹം പറയുകയാണ്. എന്നിട്ട് അദ്ദേഹം സൂറത്ത് യൂനുസിലെ 24-ാമത്തെ വചനം എടുത്തു ചേർക്കുന്നുണ്ട്. ഇന്നമാ മസലുൽ ഹയാത്തി ദുനിയ എന്ന് തുടങ്ങുന്ന വചനം. എന്താണ് ദുനിയാവിലെ ജീവിതം? ആ ദുനിയാവിലെ ജീവിതത്തിന് വേണ്ടിയാകരുത് നമ്മുടെ ജീവിതം. അതിനേക്കാൾ ഗൗരവമുള്ള ജീവിതം നമുക്കുണ്ട്. അതിനു വേണ്ടിയായിരിക്കണം നാം പണിയെടുക്കേണ്ടത് എന്ന് അദ്ദേഹം പറയുകയാണ്. അത് മനസ്സിലായവരാണ് യഥാർത്ഥത്തിൽ ബുദ്ധിമാന്മാർ. മനസ്സിലായവരാണ് യഥാർത്ഥത്തിൽ ബുദ്ധിമാന്മാർ. അത് മനസ്സിലായിട്ടില്ലെങ്കിലോ അതിനർത്ഥം നമുക്ക് ബുദ്ധിയില്ലാതായിപ്പോയി എന്നാണ്. എന്നിട്ട് അദ്ദേഹം 2 വരി കവിത പറയുന്നുണ്ട്. ഇന്ന ലില്ലാഹി ഇബാദൻ ഫുതനൻ തല്ലഖു ദുനിയാ വഖാഫുൽ ഫിതന നളറു ഫീഹാ ഫലമ്മാ അലിമു അന്നഹാ ലൈസത് ലിഹയ്യിൻ വതന. ഇന്ന ലില്ലാഹി ഇബാദൻ ഫുതന. തീർച്ചയായും അള്ളാഹുവിന് ബുദ്ധിമാന്മാരായ കുറച്ചടിമകളുണ്ട്, സമർത്ഥന്മാരായ കുറച്ചടിമകളുണ്ട്. തല്ലഖു അദ്ദുനിയ, അവർ ദുനിയാവിനെ ത്വലാഖ് ചൊല്ലിയിരിക്കുന്നു. വഖാഫു അൽ ഫിതന, ദുനിയാവിൽ നിന്നുണ്ടാകുന്ന ഫിത്തനകളെക്കുറിച്ച് അവർ ഭയപ്പെടുകയും ചെയ്തിരിക്കുന്നു. നളറു ഫീഹാ, ആ ദുനിയാവിലേക്ക് അവർ നോക്കി. ഫലമ്മാ അലിമു, അവർക്ക് മനസ്സിലായപ്പോൾ അന്നഹാ ലൈസത് ലിഹയ്യിൻ വതന, ജീവിച്ചിരിക്കുന്ന ഒരുത്തൻ്റെയും സ്വദേശമാക്കാൻ അത് കൊള്ളുകയില്ല എന്നവർക്കപ്പോൾ മനസ്സിലായി. ജീവിച്ചിരിക്കുന്ന ഒരാൾക്ക് സ്വദേശമാക്കാൻ ദുനിയാവിനെ കൊള്ളൂല. കാരണം നമ്മളൊക്കെ ഇവിടെ ആരാണ്? വിദേശികളാണ്. നമ്മുടെ സ്വദേശം ദുനിയാവല്ല എന്ന് 2 വരി കവിതയിലൂടെ അദ്ദേഹം നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഇറങ്ങുകയാണ്. എന്തിന് ഈ രൂപത്തിൽ ഇതിനെന്തിന് ക്രോഡീകരിച്ചു എന്നൊക്കെ പറയാൻ വേണ്ടിയാണ് ഇത് പറഞ്ഞു വന്നത്. അതുകൊണ്ട് തന്നെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വേണ്ടി വിശദീകരിച്ചു തന്ന ഈ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് എത്താൻ വേണ്ടിയാണ് ഞാൻ ഈ കാര്യങ്ങൾ ഒന്നിച്ച് ക്രോഡീകരിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്നത് വ അസ്വബു ത്വരീഖിൻ ലഹു ഫീ ദാലിക് വ അർഷദു മാ യുസ്ലിഖു മിനൽ മസാലിക്. ഒരു മനുഷ്യന് ഏറ്റവും ചൊവ്വായ മാർഗം, ഒരു മനുഷ്യന് പ്രവേശിക്കാവുന്ന ഏറ്റവും നല്ല എൻട്രൻസ്, അത് അത്തഅദ്ദുബു ബിമാ സഹ അൻ നബിയ്യിനാ സയ്യിദുൽ അവ്വലീന വൽ ആഖിരീൻ.
നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സഹീഹായി വന്നത് ജീവിതത്തിൽ അദബായി സ്വീകരിക്കലാണ്, മര്യാദയായി സ്വീകരിക്കലാണ്. കാരണം അല്ലാഹു തആല പഠിപ്പിക്കുന്നു, വതആവനു അലൽ ബിർരി വത്തഖ്വ, നന്മയുടെ കാര്യത്തിൽ, തഖ്വയുടെ കാര്യത്തിൽ നിങ്ങൾ പരസ്പരം സഹകരിക്കണം. ആ സഹകരിക്കണം എന്ന ചിന്തയാണ് ഇങ്ങനെ ഒരു ക്രോഡീകരണം നടത്താൻ എന്നെ പ്രേരിപ്പിച്ചത്. വഖദ് സഹ്ഹാൻ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാൽ, ഇമാം നവവി തുടർന്ന് പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖീഹി, ഒരു അടിമ തൻ്റെ സഹോദരനെ സഹായിക്കുന്നിടത്തോളം കാലം അള്ളാഹു ആ അടിമയെ സഹായിച്ചു കൊണ്ടിരിക്കും. ഒരു അടിമ തൻ്റെ സഹോദരനെ സഹായിക്കുന്നിടത്തോളം സമയം അള്ളാഹു ആ അടിമയെ സഹായിച്ചുകൊണ്ടിരിക്കും. ഇമാം നബവി തങ്ങളുടെ ഭാഷയിൽ അദ്ദേഹം ഇപ്പോൾ നമ്മളെയൊക്കെ എന്ത് ചെയ്യാണ്? സഹായിക്കണം. അദ്ദേഹം നമ്മളെ സഹായിക്കുകയാണ്. കാരണം ഇതൊക്കെ പല സ്ഥലത്ത് പരന്നു കിടക്കുന്ന ഹദീസുകൾ അദ്ദേഹം ക്രോഡീകരിച്ച് അദ്ദേഹം സഹായിക്കുകയാണ്. അവസാനം അദ്ദേഹം പറഞ്ഞത് ഒരു ഹദീസും കൂടി അദ്ദേഹം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്, മൻ ദല്ല അലാ ഖൈരിൻ ഫലഹു മിസ്ലു അജ്റു ഫാഇലിഹി, ഒരു നന്മ ആർക്കെങ്കിലും അറിയിച്ചു കൊടുത്താൽ അത് പ്രവർത്തിച്ചവനെ പോലെയുള്ള പ്രതിഫലം ആ അറിയിച്ചു കൊടുത്തവനുണ്ട്. ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ദേശിക്കുന്നത്, ഞാൻ ഈ നന്മ അറിയിച്ചു തന്നാൽ എനിക്ക് നിങ്ങളൊക്കെ ഇതുകൊണ്ട് അമല് ചെയ്താൽ എന്തുണ്ടാവും? അത്ഭുതമാണ് യഥാർത്ഥത്തിൽ റിയാദ് സാലിഹീൻ എന്ന ഗ്രന്ഥത്തിൻ്റെ. അത് എത്ര ഭാഷയിൽ പരിഭാഷപ്പെടുത്തിയെന്ന് ക്ലിപ്തമല്ല, അത്രയും ഭാഷകളിൽ റിയാദ് സാലിഹീൻ. നമ്മുടെ മലയാളത്തിൽ എനിക്ക് തോന്നുന്നത് 6ഓളം വ്യത്യസ്തമായ പരിഭാഷകളുണ്ട്. മലയാളത്തിൽ മാത്രം 6ഓളം വ്യത്യസ്തമായ പരിഭാഷകൾ റിയാദ് സാലിഹീനുണ്ട്. 163 ഷറഹ് ഗ്രന്ഥങ്ങൾ ഇതുവരെയായി ഇതിനിറങ്ങിയിട്ടുണ്ട്, ഇതിനെ വിശദീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണം. 163 ഗ്രന്ഥങ്ങൾ ഷറഹ്, വ്യാഖ്യാനം വിശദീകരിച്ച് നമ്മുടെ കയ്യിലുള്ള, അല്ലെങ്കിൽ നമ്മൾ അവലംബമാക്കാൻ പോകുന്നത് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ ഇതിന് നടത്തിയ ഷറഹാണ്. എൻ്റെ വ്യാഖ്യാനമല്ല, എൻ്റെ വിശദീകരണമല്ല. അപ്പോൾ ഞാൻ പറഞ്ഞ അതിൻ്റെ അത്രയും വലിയ പ്രാധാന്യം അതിനുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു ഹദീസ് അദ്ദേഹം ഉദ്ധരിക്കുകയാണ്, മൻ ദല്ല അലാ ഖൈരിൻ ഫലഹു മിസ്ലു അജ്റു ഫാഇലിഹി. എവിടെ എത്തിയിട്ടുണ്ടാവും ഒരു നല്ല കാര്യത്തിൻ്റെ അവസ്ഥ? മാത്രമല്ല അദ്ദേഹം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, ഒരു ഹദീസും കൂടി, മൻ ദഅ ഇലാ ഹുദാ കാന ലഹു മിനൽ അജ്രി മിസ്ലു ഉജൂരി മൻ തബിഅഹു ലാ യൻഖുസു ദാലിക മിൻ ഉജൂരിഹിം ഷൈഅ. ഒരു മനുഷ്യനെ നല്ല മാർഗത്തിലേക്ക് ക്ഷണിച്ചാൽ ആ കാര്യം ചെയ്തവന്, അതിന് പിൻപറ്റിയവന് ഉള്ള പ്രതിഫലം ഈ ക്ഷണിച്ചവനും കിട്ടും. നമ്മളൊരു കാര്യം ഇപ്പോൾ റിയാദ് സാലിഹീൻ നിന്ന് ഇങ്ങനെ വായിച്ചു, നമ്മളിത് മനസ്സിലാക്കി, നമ്മളത് ചെയ്താൽ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിക്ക് എന്ത് കിട്ടി? അതേ കൂലി. അദ്ദേഹത്തിൻ്റെ മനസ്സാണ് നമ്മളപ്പം വായിക്കേണ്ടത്. പൂർവ്വകാല പണ്ഡിതന്മാർ, ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി നിങ്ങൾക്കറിയാം, അദ്ദേഹം ജീവിക്കാൻ മറന്നുപോയി എന്നുള്ളൊരു ഭംഗിവാക്കല്ല. നമ്മൾ സാധാരണ നമ്മളെ നേതാക്കന്മാരെ കുറിച്ച് പറയുന്നൊരു വാക്ക്, ഭംഗിവാക്കല്ല, സത്യമാണ്. അദ്ദേഹം വിവാഹം ചെയ്തില്ല. 45 വയസ്സ് വരെ 45 വയസ്സ് മരിച്ചു. എന്താണെന്ന് വെച്ചാൽ പൂർണ്ണമായി ഇതിൽ ഈ ഒരു മനസ്സേ ആലോചിച്ച് നോക്കും. ആ ഒരു മനസ്സ്, എന്നെക്കൊണ്ട് ഒരാൾക്ക് ഒരു നന്മ കിട്ടണം, ഒരു ഹിദായത്തിലെത്തണം എന്ന ചിന്ത, ഇത് അദ്ദേഹം അവസാനിപ്പിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ ഒരു ഉപദേശത്തോടു കൂടിയാണ്. ഫവല്ലാഹി ലിഅൻ യഹ്ദിയല്ലാഹു ബിക റജുലൻ വാഹിദൻ ഖൈറുൻ ലക മിൻ ഹുംരിൻ നഅം. അള്ളാഹുവാണ് സത്യം, അലി നീ മുഖേന ഒരാൾക്ക് ഹിദായത്ത് കിട്ടലാണ് ഈ ചുവന്ന ഒരു നല്ല ഒട്ടകം നിനക്ക് കിട്ടുന്നതേക്കാൾ ഉത്തമം. ഹുമറുൻ നഅം നമ്മൾ കേട്ടതായിരിക്കും. ചുവന്ന ഒട്ടകം എന്ന് പറഞ്ഞാൽ അന്നത്തെ അറബികളുടെ ഏറ്റവും മുന്തിയ വാഹനമാണ്. അതിനേക്കാൾ നല്ലത് നിനക്ക് ഒരാളെ ഹിദായത്തിലാക്കുക. നമ്മളിതിൻ്റെ പലപ്പോഴും നമുക്കിതിൻ്റെ ഗൗരവം മനസ്സിലാകാറില്ല. ഒരാൾക്ക് ഞാനൊരു കാര്യം പറഞ്ഞു കൊടുത്തിട്ട് എന്താ എന്നാണ് നമ്മൾ ചിന്തിക്കാറ്. മഹാന്മാരായ പണ്ഡിതന്മാർ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്തുമാത്രം വിശാലമായാണ് ഈ വിഷയം കണ്ടത് എന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഈ കാരണങ്ങളാൽ ഫറഅയ്തു അൻ അജ്മഅ മുഖ്തസറൻ മിനൽ ഹദീസ് സഹിഹ, ഈ കാരണങ്ങളാൽ സഹിഹായ ഹദീസുകളെ ഒരുമിച്ച് കൂട്ടാൻ ചില മുഷ്തമിലൻ അലാമാ യകൂനു ത്വരീഖൻ ലി സാഹിബിഹി ഇലൽ ആഖിറ, പരലോകത്തേക്ക് ഇത് വായിക്കുന്നവന് മാർഗമാകാവുന്ന, സഹായകമാകാവുന്ന
ഹദീസുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ക്രോഡീകരണം ഉണ്ടാക്കണം എന്ന് ഈ കാരണത്താലാണ് ഞാൻ ആഗ്രഹിച്ചത് എന്ന് അദ്ദേഹം പറയുന്നു. അതാണ് ഇതിൻ്റെ മുഖവുരയിൽ അദ്ദേഹം ആവശ്യപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ അവസാനം അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന വല്ലാത്ത ഹൃദയസ്പർക്കാണ്. അദ്ദേഹത്തിൻ്റെ മുഖവുരയിൽ അദ്ദേഹം പറയുന്നത് വ അന സായിലുൻ അഖൻ ഇൻതഫഅ ബിശൈഇൻ മിൻഹു അൻ യദ്ഉ ലി. ഞാനിത് നിങ്ങൾക്ക് വായിച്ചു തരണം എന്തിനാണെന്ന് വെച്ചാൽ എന്താ റിയാദ് സാലിഹീൻ എന്ന് നമുക്ക് തോന്നരുതെന്ന് വിചാരിച്ചു. അദ്ദേഹം പറയുകയാണ്, നിങ്ങളുടെ ഒരു സഹോദരൻ എന്ന നിലക്ക് ഞാൻ നിങ്ങളോട് യാചിക്കുന്നു, നിങ്ങൾക്കിത് ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. അള്ളാഹു അദ്ദേഹത്തെയും നമ്മളെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. വല്ലാത്തൊരു വാക്കാണ്. ഒരു സഹോദരൻ എന്ന നിലക്ക് ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വലി വാലിദയ്യ, എൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വ മശായിഖി, എൻ്റെ ഉസ്താദുമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വസായിരി അഹ്ബാബിന, മറ്റുള്ള നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വൽ മുസ്ലിമീന അജ്മഈൻ, എല്ലാ മുസ്ലിമീങ്ങൾക്ക് വേണ്ടിയും നിങ്ങൾ പ്രാർത്ഥിക്കണം. ആ മനസ്സിൻ്റെ വൃത്തി ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. നമ്മളെവിടെ നിൽക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു സംഗതിയാണ്. എവിടെയാണ് നമ്മളുള്ളത്? നമുക്ക് ഈ മഹാന്മാരായ പണ്ഡിതന്മാരെ അവരുടെ ഗ്രന്ഥങ്ങൾ ഇങ്ങനെ വായിച്ചാലുണ്ടല്ലോ, അവർ ശരിക്കും എഴുതുകയായിരുന്നില്ല. അതാണ് അതിലെ രസം. അവരെഴുതുകയായിരുന്നില്ല. ഇതൊക്കെ മനസ്സുകൊണ്ട് പറിച്ചു നട്ടതാ, എഴുത്തല്ലല്ലോ അത്. നമ്മളെ എഴുത്തുകാർ ഒരിക്കലും നമ്മൾ ഈ പണ്ഡിതന്മാരെക്കുറിച്ച് നമ്മുടെ എഴുത്തുകാരുമായിട്ട് കമ്പയർ ചെയ്യരുത് ഒരിക്കലും. നമ്മുടെ എഴുത്തുകാർ എന്ന് പറഞ്ഞാൽ എഴുതാൻ വേണ്ടി എഴുതുകയാണ്, എഴുതാൻ വേണ്ടി ഇതല്ല, ഇത് മനസ്സാണ് പറിച്ചു നട്ടുക. അതുകൊണ്ടാണ് ഈ ഒരു ഭാഷ വരുന്നത്. ഇതൊരു വല്ലാത്ത ഭാഷ. വഅലല്ലാഹിൽ കരീം ഇഅ്തിമാദി, ഈ വിഷയത്തിൽ ഞാൻ ആസ്പദമാക്കുന്നത് അള്ളാഹുവിനെ മാത്രമാണ്. വഇലൈഹി തഫ്വീളി വസ്തിനാദി, അവനിലേക്കാണ് ഞാൻ ഭരമേൽപ്പിക്കുന്നത്. വഹസ്ബി അല്ലാഹ് വനിഅമൽ വക്കീൽ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അസീസിൽ ഹകീം. അങ്ങനെയാണ് ഈ മുഖവുര അവസാനിക്കുന്നത്. നമുക്ക് മനസ്സിലായല്ലോ എന്താണ് റിയാദു സാലിഹീൻ, ആരാണ് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി. ഇനി ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചു, ഞാൻ ഈ റിയാദു സാലിഹീൻ എൻ്റെ ഭാഷയിൽ നിങ്ങളോട് വ്യാഖ്യാനിക്കുന്നില്ല. അതിനൊന്നുള്ള കഴിവും ഇൽമൊന്നും നമുക്കില്ല. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഹദീസിനെ വ്യാഖ്യാനിക്കാൻ, അല്ലെങ്കിൽ ഹദീസിൻ്റെ അർത്ഥം പറയാൻ, ഹദീസിൻ്റെ ആശയം പറയാൻ വലിയ പരന്ന ഇൽമു വേണം, വിശാലമായ ഇൽമു വേണം. ഉസൂലുകൾ അറിയണം. ഉസൂൽ എന്ന് പറഞ്ഞാൽ അടിസ്ഥാനം. അഹ്കാമുകൾ അറിയണം, വിധികൾ നടപ്പാക്കുന്ന രീതിയും രൂപവും അറിയണം. ഇതൊന്നും അറിയാതെ അറബി ഭാഷ അറിയുന്നു എന്നതുകൊണ്ട് ഒരിക്കലും ഹദീസിന് അർത്ഥം പറയാൻ പറ്റില്ല. അറബി ഭാഷ ഏറെക്കുറെ എനിക്കറിയാം, പക്ഷെ അതുകൊണ്ട് ഞാനൊരു വിശദീകരണമില്ലാത്ത റിയാദു സാലിഹീൻ നിങ്ങളുടെ മുമ്പിൽ എടുത്തു വെച്ച് അർത്ഥം പറയാനുള്ള ധൈര്യം എനിക്കില്ല. കാരണം റസൂലുള്ളാഹി എന്താണ് ഉദ്ദേശിച്ചത് എന്ന് കൃത്യമായി പറയാൻ സാധിക്കുക പണ്ഡിതന്മാർക്കാണ്. റസൂലുള്ളാഹി ഇപ്പോൾ പറഞ്ഞൊരു വാക്കും ചിലപ്പോൾ അതിൻ്റെ വിശദീകരണമായി പിന്നൊരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ടാവും, അതിൻ്റെ വിശദീകരണമായി വേറെ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇതെല്ലാം കൂടിയാലേ ചുരുക്കി പറഞ്ഞ ഇതിൻ്റെ ആശയം ചിലപ്പോൾ കിട്ടുള്ളൂ. ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. നമുക്ക് ചുരുക്കി പറഞ്ഞിട്ടുണ്ടാവും ഒരു സ്ഥലത്ത്, പിന്നെ വേറൊരു സദസ്സിലോ വേറൊരു സമയത്തോ റസൂലുള്ളാഹി അത് തന്നെ ഒന്നുകൂടി വിശദീകരിച്ചിട്ടുണ്ടാവും, പിന്നെ കുറച്ചും കൂടി വിശദീകരിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ ആദ്യം ചുരുക്കി പറഞ്ഞതിനെ മനസ്സിലാക്കാൻ ആർക്കേ കഴിയൂ? ഇത് മുഴുവൻ കണ്ട ആൾക്കേ കഴിയുള്ളൂ, മനസ്സിലാക്കിയ ആൾക്കേ കഴിയുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഷറഹിനെ ആസ്പദമാക്കുന്നത്. നമ്മളിവിടെ ആസ്പദമാക്കുന്ന ഷറഹ് ഞാൻ പറഞ്ഞു 162ഓളം വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ ഈ റിയാദ് സാലിഹീനുണ്ട്. നമ്മൾ ആസ്പദമാക്കുന്നത് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ, അദ്ദേഹത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അദ്ദേഹം മഹാനായ പണ്ഡിതനാണ്. സൗദി അറേബ്യയിലായിരുന്നു അദ്ദേഹം.
ഹിജറ 1421 മരണപ്പെട്ട പണ്ഡിതനാണ്. 421. ഇപ്പോൾ ഹിജറ എത്ര വർഷം? 433 അല്ലേ? 433. നമുക്ക് ഹിജറ വർഷം നമുക്ക് ഓർമ്മയില്ല എന്ന് പറഞ്ഞാൽ മോശമാണ്, നമ്മളെ വർഷമായിട്ട്. ഹിജറ 1421 അദ്ദേഹം മരിച്ചത്. ഇപ്പോൾ 33. അപ്പോൾ എത്ര വർഷമായി? 22 വർഷം. 22 വർഷമായി. അല്ല, 21 12 വർഷം. 12 വർഷമായി ഷെയ്ഖ് ഉസൈമീൻ മരണപ്പെട്ടിട്ട്. അദ്ദേഹം മഹാനായ പണ്ഡിതനായിരുന്നു. ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് കുറച്ച് പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഈ വഹ്യിനെക്കുറിച്ച് നമുക്കൊരു ഒരു 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 ആത്മവിശ്വാസം ഉണ്ടാകാൻ വേണ്ടി. ആത്മവിശ്വാസം ഇല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാകും. ഹിജറ 1347 സൗദി അറേബ്യയിലെ ഉനൈസ എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിക്കുന്നത്. ഉനൈസ എന്ന് പറഞ്ഞാൽ ഖസീം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, റിയാദ് കഴിഞ്ഞാലുള്ള സ്ഥലമാണ് ഖസീം. ഖസീമിനടുത്ത ഉനൈസ എന്ന് പറഞ്ഞ സ്ഥലമാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് അദ്ദേഹത്തെ ചെറിയ പ്രായത്തിൽ തന്നെ ഖുർആൻ പഠിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ പിതാമഹൻ്റെ അടുത്ത് ഏൽപ്പിച്ചു. അബ്ദുറഹ്മാൻ ബിൻ സുലൈമാൻ അദ്ദാമിർ, പിതാമഹൻ എന്ന് പറഞ്ഞ വല്ലിപ്പ, ഉമ്മയുടെ ഉപ്പയാണ് ഈ ഷെയ്ഖ് അബ്ദുറഹ്മാൻ ബിൻ സുലൈമാൻ അദ്ദാമിർ. മുസ്ലിമീങ്ങളുടെ ഇൽമിൻ്റെ അടിസ്ഥാനം ഖുർആനാണ്. അത് നിങ്ങൾ ഏത് മുസ്ലിം പണ്ഡിതൻ്റെ ചരിത്രം പരിശോധിച്ചാലും കാണാൻ കഴിയും. ആദ്യം പഠിപ്പിച്ചിരുന്നത് ഖുർആനാണ്. നമ്മളെയൊക്കെ അങ്ങനെ തന്നെ ആയിരുന്നു. നമ്മുടെ കോഴിക്കോടിൻ്റെ ചരിത്രങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. നമ്മളും ആദ്യം പഠിപ്പിച്ചിരുന്നത് ഖുർആനായിരുന്നു. ഓത്തുപള്ളിയൊക്കെ അങ്ങനെ വന്നത്. ആദ്യത്തെ പഠനം സ്കൂളിൽ ചേർക്കുന്നതിന് മുമ്പ് എവിടെ ചേർത്തിരുന്നു? മദ്രസ ചേർക്കാതെ സ്കൂളിൽ ചേർക്കുക പറഞ്ഞാൽ ഒരു മോശമായിരുന്നു, ഒരു ഐബായിരുന്നു, ഒരു കാലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുൻകാല പണ്ഡിതന്മാരുടെ ഒക്കെ അവസ്ഥ അതാണ്. അദ്ദേഹം അവിടെ വെച്ച് ഖുർആൻ പഠിച്ചു, പിന്നെ എഴുത്ത് പഠിച്ചു. അന്ന് എഴുത്ത് പഠിക്കലാണ്. ഇന്നിപ്പം സ്വാഭാവികമായിട്ട് നമ്മുടെ പഠനത്തിൽ എന്ത് വന്നു? കുറേ മുമ്പൊക്കെ നമ്മൾ കമ്പ്യൂട്ടർ പഠിക്കുക എന്ന് പറഞ്ഞ മാതിരിയാണ്. ഇന്ന് കമ്പ്യൂട്ടർ പഠിക്കുക എന്ന് പറഞ്ഞ സംഗതി ഇല്ലല്ലോ. ഇന്ന് നമ്മുടെ പഠനത്തിൽ എന്ത് വന്നു? കമ്പ്യൂട്ടർ വന്നു. അതേപോലെ ആയിരുന്നു എഴുത്ത് പഠിക്കലായിരുന്നു. എഴുത്ത് പഠിച്ചു, പിന്നെ കുറച്ച് മാത്തമാറ്റിക്സ് പഠിച്ചു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ 11ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ഖുർആൻ പഠനം പൂർത്തിയാക്കിയത്. പിന്നീട് അദ്ദേഹം ശർഈയായ ഇൽമ് പഠിക്കാൻ വേണ്ടി ധാരാളം പണ്ഡിതന്മാരെ അടുത്ത് പോയി. അന്ന് പണ്ഡിതന്മാരുടെ ദർസുകളാണ്, പണ്ഡിതന്മാരുടെ ഹലക്കകളും ദർസുകളുമാണ് പണ്ടത്തെ രൂപം. കോളേജുകളല്ലല്ലോ. കുറേ ഫാക്കൽറ്റിയും കുറേ ഡിപ്പാർട്ട്മെൻറ്റ്സും ഒക്കെ ഉള്ള കോളേജ് അടുത്ത കാലത്ത് വന്ന സാധനമാണ്. പണ്ഡിതന്മാരുടെ അടുത്ത് അങ്ങോട്ട് പോകലാണ്. ഹദീസ് പഠിക്കാൻ ഒരു സ്ഥലത്ത്, കണക്ക് പഠിക്കാൻ, സയൻസ് പഠിക്കാൻ, ഇംഗ്ലീഷ് പഠിക്കാനൊക്കെ വേറെ വേറെ ആളുകളുടെ അടുത്ത് അങ്ങോട്ട് പോകലാണ്. യഥാർത്ഥത്തിൽ അതാണ് ശരിയും. അപ്പോൾ അതിനൊരു അധ്വാനം ഉണ്ടാവുള്ളൂ. പഠിക്കാൻ നിങ്ങളൊരാൾ, ഒരു ഇൽമുള്ള ഒരാൾ എവിടെയാണോ ഉള്ളത് അവിടെ പോയി എന്ത് ചെയ്യണം? ഉത്ലുബു അൽ ഇൽമ എന്നാണ് ഇൽമിനെ കുറിച്ച് പറയുന്നത്. നിങ്ങൾ ഇൽമിനെ അന്വേഷിച്ച് ചെല്ലണം. ഇൽമ നിങ്ങൾ അന്വേഷിച്ച് വരുന്ന അവസ്ഥ ആകരുത്. അതാണ് അതിൻ്റെ മുസ്ലിമീങ്ങളുടെ ശരിയായ രീതി. അന്വേഷിച്ച് പോകണം എവിടെയുള്ളതെന്ന് വെച്ചാൽ. അപ്പോഴേ അതിനൊരു മൂല്യവും വിലയൊക്കെ ഉണ്ടാവുള്ളൂ. അങ്ങനെ അദ്ദേഹം തഫ്സീർ, ഹദീസ്, തൗഹീദ്, ഫിഖ്, ഉസൂല്, ഫറായിദ് എന്ന് പറഞ്ഞാൽ ഈ അനന്തരാവകാശ നിയമങ്ങൾ, നഹ്വ് എന്ന് വെച്ചാൽ അറബി ഭാഷ, വ്യാകരണം, ഗ്രാമർ, ഇതൊക്കെ അദ്ദേഹം പഠിച്ചു. അദ്ദേഹത്തിൻ്റെ ഉസ്താദുമാരിൽ പ്രധാനപ്പെട്ട ആൾ അബ്ദുറഹ്മാൻ ഇബ്നു നാസിർ അസ്സഅദി എന്ന് പറഞ്ഞ ആളാണ്. അബ്ദുറഹ്മാൻ ഇബ്നു നാസിർ അസ്സഅദി റഹിമഹുല്ലാ മരിച്ചുപോയി അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ തഫ്സീറുണ്ട്, തഫ്സീറു സഅദി. മഹാനായ പണ്ഡിതനായിരുന്നു, സൗദി അറേബ്യയിൽ ജീവിച്ച മഹാനായ പണ്ഡിതനായിരുന്നു. അതിനുശേഷം അദ്ദേഹം ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ അഫീഫി, അടുത്ത കാലത്ത് മരിച്ച ആളാണ് അബ്ദുർ റസാഖ് അഫീഫി. അതുപോലെ തന്നെ ഷെയ്ഖ്
മുഹമ്മദുൽ അമീൻ അഷ്ഷൻഖീത്തി. ഇതൊക്കെ മുഫസ്സിറുകളാട്ടോ. മുഹമ്മദ് അമീൻ ഷൻഖീത്തി എന്ന് പറഞ്ഞാൽ തഫ്സീറു അൽവാ ഉൽ ബയാൻ എന്ന് പറഞ്ഞ തഫ്സീറിൻ്റെ കർത്താവാണ്, രചയിതാവാണ്. വലിയ മഹാപണ്ഡിതന്മാരുടെ അടുത്താണ് ഷെയ്ഖ് ഉസൈമീൻ പഠിച്ചത് എന്നർത്ഥം. അവസാനമായി അദ്ദേഹം ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ല, അദ്ദേഹമാണ് ഈ ഷെയ്ഖ് ഉസൈമീൻ്റെ അവസാനത്തെ ഷെയ്ഖ്, അവസാനത്തെ പണ്ഡിതൻ. ഷെയ്ഖ് അബ്ദുല്ലാഹി ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹിൽ നിന്നാണ് അദ്ദേഹം സഹീഹുൽ ബുഖാരി, അതുപോലെ റസായിലുൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ തുടങ്ങിയ പഠിച്ചത്. സഹീഹുൽ ബുഖാരി, ഈ ഹദീസുകളൊക്കെ നോക്കി നിങ്ങൾ ആ രീതി ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞു. അറബി ഭാഷ അറിഞ്ഞു എന്നതുകൊണ്ട് ഒരിക്കലും ഹദീസ് നിങ്ങൾക്ക് പഠിക്കാൻ കഴിയില്ല. ഇപ്പോൾ ഷെയ്ഖ് ഉസൈമീൻ സഹീഹുൽ ബുഖാരി പഠിക്കുന്നത് ആരുടെ അടുത്തുനിന്നാണ്? ഇബ്നു ബാസിൻ്റെ അടുത്ത്. എന്ന് വെച്ചാൽ പണ്ഡിതന്മാരുടെ വ്യാഖ്യാനങ്ങളിലൂടെയും ഷറഹിലൂടെയും അല്ലാതെ ഹദീസ് നിങ്ങൾക്ക് പഠിക്കാൻ കഴിയില്ല. ആണ് ഹദീസിൻ്റെ പ്രത്യേകത. ഹദീസിൻ്റെ ഭാഷ പോലും അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഖുർആനും ഹദീസും അറബിയിലാണ്, സംശയമല്ല. പക്ഷേ ഖുർആൻ്റെയും ഹദീസിൻ്റെയും അറബി ഭാഷയുടെ ആശയം സാധാരണ അറബി ഭാഷയുടെ ആശയമല്ല. റസൂലുള്ളാഹിൻ്റെ ജീവിതവും രീതിയും സ്വഭാവവും മനസ്സും ഒക്കെ ഒരുമിച്ച് കൂടിയതാണ് റസൂലുള്ളാഹിൻ്റെ വാക്ക്. അല്ലാതെ എന്തല്ല, നിങ്ങൾ ഡിക്ഷണറി പോയി പരതിയാൽ കിട്ടുന്ന വാക്കല്ല റസൂലുള്ളാഹിൻ്റെ ആശയം. ഒരു വാക്കിന് അദ്ദേഹം ഉദ്ദേശിച്ച ആശയം. അതുകൊണ്ടാണ് പണ്ഡിതന്മാരുടെ അടുത്തു നിന്നാണ് പഠിച്ചത്. സഹീഹുൽ ബുഖാരി ഷെയ്ഖ് ഉസൈമീൻ പഠിച്ചത് ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അടുത്തു നിന്നാണ്. പിന്നീട് അദ്ദേഹം സൗദി അറേബ്യയിലെ വലിയ പണ്ഡിതനായി മാറുകയാണ്. ഇമാം സായിദി, അദ്ദേഹത്തിൻ്റെ ഉസ്താദായ നമ്മൾ പറഞ്ഞല്ലോ അബ്ദുറഹ്മാൻ സായിദി, അബ്ദുറഹ്മാൻ സായിദിയുടെ മരണശേഷം ഉനൈസയിലെ മസ്ജിദുൽ കബീർ ഗ്രാൻഡ് മോസ്ക് ഉണ്ട്, ആ പള്ളിയിലെ ഖത്തീബും ഇമാമുമൊക്കെയായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. അപ്പോൾ ഉസ്താദ് മരിച്ചപ്പോൾ ഉസ്താദിൻ്റെ സ്ഥാനത്തേക്ക് പിന്നെ എത്തുന്നതാരാ? ഈ ശിഷ്യനാണ്. അപ്പം അത്രമാത്രം വലിയ ഇൽമുള്ള പ്രാഗൽഭ്യമുള്ള ശിഷ്യനായിരുന്നു എന്നർത്ഥം. ഒരുപാട് കോളേജുകളിലൊക്കെ അദ്ദേഹം അധ്യാപകനായി ജോലി ചെയ്തു. സൗദി അറേബ്യയുടെ ഏറ്റവും വലിയ ഉന്നതാധികാര പണ്ഡിത സഭയിലെ അംഗമായിരുന്നു അദ്ദേഹം. നിങ്ങൾ അദ്ദേഹത്തെ കേട്ടിട്ടുണ്ടാവും. ഒരുപാട് പുസ്തകങ്ങൾ അദ്ദേഹത്തിൻ്റെത് മലയാളത്തിലേക്ക് പോലും ഭാഷാന്തരം ചെയ്തിട്ടുണ്ട്. മഹാനായ പണ്ഡിതനാണ്. അവസാന കാലം അദ്ദേഹത്തിൻ്റെ പള്ളിയിൽ തന്നെ അദ്ദേഹം ഈ പള്ളിയുടെ അടുത്ത് അദ്ദേഹത്തിന് വലിയ ഒരു ലൈബ്രറിയും ഇതുമാതിരി വലിയ സെൻറ്റർ ഉണ്ടായിരുന്നു. അവിടെ അദ്ദേഹം ഇങ്ങനെ ക്ലാസ്സുകൾ എടുക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്വഭാവം, ആളുകൾ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് വരികയായിരുന്നു. പിന്നെ ഈ അദ്ദേഹം ഉണ്ടാക്കിയ സെൻറ്ററിൽ ആളുകൾ ഒതുങ്ങാതെ വന്നപ്പോൾ അദ്ദേഹം പള്ളിയിലേക്ക് മാറ്റി. വലിയ പള്ളിയാണ്, ആ പള്ളി നിറയെ ആൾക്കാരായിരിക്കും. അദ്ദേഹത്തിൻ്റെ പരിപാടി നമസ്കാരമൊക്കെ കഴിഞ്ഞാൽ അദ്ദേഹം ദർസണ് തുടങ്ങും. ഓരോ കിതാബായിരിക്കും. ഒരിക്കൽ ബുഖാരി ആണെങ്കിൽ ഒരിക്കൽ മുസ്ലിമായിരിക്കും, ഫിഖ്ഹായിരിക്കും, അഖീദയായിരിക്കും, വലിയ ദർസായിരിക്കും. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും അവിടെ വിദ്യാർത്ഥികൾ വന്ന പള്ളിയിൽ അവിടെ ചടഞ്ഞിരുന്ന് ഇദ്ദേഹത്തിൽ നിന്ന് ഇൽമ് തേടുകയായിരുന്നു. വല്ലാത്ത ഒരു സദസ്സായിരുന്നു ഷെയ്ഖ് ഉസൈമീൻ്റെ സദസ്സ്. അതേപോലെ ഒഴിവ് കാലങ്ങളിൽ അദ്ദേഹം മസ്ജിദുൽ ഹറാമിലും മസ്ജിദുൻ നബവിയിലും, ഒഴിവ് കാലങ്ങളിലല്ല ഹജ്ജ് സീസണിലും റമദാനിലും അദ്ദേഹം മുഴുവൻ മസ്ജിദുൽ ഹറമിലും മസ്ജിദുൻ നബവിയിലും ക്ലാസ് എടുത്തിരുന്നു. മരിക്കുന്നത് വരെ അദ്ദേഹം അങ്ങനെ പ്രവർത്തിച്ചിട്ടുണ്ട്. ജിദ്ദയിലാണ് അദ്ദേഹം മരിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 1421 ഒരു ഷവ്വാൽ മാസം 15 ബുധനാഴ്ച ജിദ്ദയിൽ വെച്ചാണ് അദ്ദേഹം മരിച്ചത്. മസ്ജിദുൽ ഹറാമിൽ വെച്ചാണ് അദ്ദേഹത്തിന് മയ്യത്ത് നമസ്കരിച്ചത്. അദ്ദേഹത്തിൻ്റെ ഇൽമ് ഗ്രന്ഥങ്ങളും ഇതൊക്കെ പരിശോധിച്ചാൽ അത് നമ്മൾ എണ്ണിക്കണക്കാക്കാൻ പറ്റില്ല, അത്രമാത്രം ഗ്രന്ഥങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ വളരെ എളുപ്പമാണ്. ibnuusaymin.com എന്ന് പറഞ്ഞൊരു സൈറ്റ് അദ്ദേഹത്തിൻ്റെ മക്കൾ കുടുംബവും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു ട്രസ്റ്റ്. ആ സൈറ്റിൽ പോയാൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ എല്ലാ ഗ്രന്ഥങ്ങളും കിട്ടും. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ CD-കളൊക്കെ കിട്ടും. 5 ആൺകുട്ടികളും 3 പെൺകുട്ടികളുമാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. 5 ആൺകുട്ടികളും പണ്ഡിതന്മാരാണ്. ഇതാണ്
ഷെയ്ഖ് ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹിയെ കുറിച്ച് പറഞ്ഞു. അദ്ദേഹത്തിൻ്റേതാണ് എന്ത് ഈ ഷറഹ്. അദ്ദേഹവും ഷറഹ് എഴുതിയതല്ല, അദ്ദേഹത്തിൻ്റെ ക്ലാസ്സാണെന്ത് പിൽക്കാലത്ത് ശിഷ്യന്മാർ എഴുതിയതെന്താക്കി ഗ്രന്ഥമാക്കി. അങ്ങനെയാണ് നമുക്ക് ഈ ഗ്രന്ഥം കിട്ടിയത്. മനസ്സിലായില്ലേ? ഇത് ഇങ്ങനത്തെ 6 വോള്യം ഉണ്ട്. അദ്ദേഹം ഈ റിയാസ് സാലിഹിന് ഷറഹ് പറഞ്ഞത് 6 വോള്യൂംസ്. ഇതുപോലെയുള്ള കട്ടിയുള്ള 6 വോള്യൂംസ് അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകളിൽ നിന്ന് കുട്ടികൾ ശിഷ്യന്മാർ എഴുതിയുണ്ടാക്കി. അതാണ് ഈ ഗ്രന്ഥമായി മാറിയത്. അദ്ദേഹത്തിൻ്റെ ഈ ക്ലാസ്സിന് ഒരു ആമുഖം പറഞ്ഞിരുന്നു. ആ ആമുഖത്തിലെ ഒരു വരി മാത്രം വായിച്ച് നമുക്ക് നമ്മുടെ ഈ വിഷയത്തിലേക്ക് പോകാം. അദ്ദേഹം പറയുന്നത്, അദ്ദേഹം ഈ ഗ്രന്ഥത്തെക്കുറിച്ച് പറയാണ്. എന്തുകൊണ്ട് ഞാൻ ഈ ഗ്രന്ഥം നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി സെലക്ട് ചെയ്തു എന്ന് ഞാനല്ല, ഷെയ്ഖ് ഉസൈമീൻ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരോട് പറയുന്ന വാചകമാണ്. ലി അന്നഹു കിതാബുൻ നാഫിഉൻ ലിൽ ഖുലൂബ്. ലി അന്നഹു കിതാബുൻ നാഫിഉൻ ലിൽ ഖുലൂബ്. കാരണം ഈ ഗ്രന്ഥം നമ്മുടെ മനസ്സുകൾക്ക് ഏറ്റവും ഉപകാരം നൽകുന്ന ഒന്നാണ്. മനസ്സിന് ഉപകാരം നൽകും. വലിൽ അഅമാലിൽ ലാഹിറത്തി വൽ മുതഅല്ലിഖത്തി ബിൽ ജവാരിഹ്. മനസ്സിന് മാത്രമല്ല, നമ്മുടെ ബാഹ്യമായ അവയവങ്ങളെ കൊണ്ട് നാം ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും ഇത് ഉപകാരമാണ്. എന്നുവെച്ചാൽ ഒരു മുസ്ലിമായ മനുഷ്യന് തൻ്റെ ജീവിതത്തിൽ അവൻ്റെ മനസ്സിനും അവൻ്റെ പ്രവൃത്തിക്കും ഏറ്റവും കൂടുതൽ ഗുണം നൽകുന്ന, ഉപകാരം നൽകുന്ന ഒരു ഗ്രന്ഥമാണ്. എന്നിട്ട് അദ്ദേഹം അവസാനം പറയുന്നത് ലിദാലിക യംബഗി അൻ യുഅ്തന ബിഹാദൽ കിതാബ്. അതുകൊണ്ട് ഈ ഗ്രന്ഥം തീർച്ചയായും പരിഗണിക്കപ്പെടണം, ശ്രദ്ധിക്കപ്പെടണം, പഠിപ്പിക്കപ്പെടണം എന്നാണ് എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ക്ലാസ് ആരംഭിക്കുന്നത്. നമുക്ക് നമ്മുടെ ഈ വിഷയത്തിലേക്ക് പോകാം. നമുക്ക് അടുത്ത ക്ലാസ് മുതൽ ഈ ഗ്രന്ഥം നിങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ നല്ലതായിരിക്കും. ഇതിൻ്റെ മലയാളത്തിലുള്ള പരിഭാഷ അടക്കം ഉള്ള ഗ്രന്ഥം നമ്മുടെയൊക്കെ ഇവിടെ വാങ്ങാൻ കിട്ടും. ഇനി അതല്ലെങ്കിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് ഈ സ്ക്രീനിൽ കാണിക്കുകയും ചെയ്യാം, നിങ്ങൾക്ക് മനസ്സിലാകാൻ. കാരണം ഈ ഹദീസ് നിങ്ങൾ വായിക്കുമ്പോൾ അതിൻ്റെ അറബി ഇങ്ങനെ നോക്കിപ്പോയാൽ പിന്നീട് നിങ്ങൾക്കത് വായിക്കാനും വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കാനൊക്കെ സൗകര്യമായിരിക്കും. അപ്പോൾ റിയാദ് സാലിഹീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ ബുക്ക് സ്റ്റാളിലും കിട്ടും. റിയാദ് സാലിഹീൻ നിങ്ങൾ പറഞ്ഞാൽ ചെറിയ ബുക്കുണ്ട്, ഇതിനേക്കാൾ നല്ലത് റിയാദ് സാലിഹീൻ കംപ്ലീറ്റ് ഉള്ള സാധനമുണ്ട്, അത് വാങ്ങിയിരിക്കും നല്ലത്. ആരൊക്കെയാണത് പരിഭാഷപ്പെടുത്തിയെന്ന് എനിക്കറിയില്ല. ഇനി നിങ്ങൾക്ക് പരിഭാഷ വാങ്ങേണ്ടതില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അതിൻ്റെ അറബി മൂലം കംപ്ലീറ്റ് ആയിട്ടുള്ളതും ഇവിടുത്തെ ഈ ഇസ്ലാമിക പുസ്തകങ്ങൾ വിൽക്കുന്ന ബുക്ക് സ്റ്റാളുകളിലൊക്കെ വാങ്ങാൻ കിട്ടും. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ഹദീസ് ഈ കിതാബ് കംപ്ലീറ്റ് കവർ ചെയ്ത് പോകണമെന്നാണ് ഇൻഷാ അല്ലാഹ്. അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ചെറിയ ചെറിയ ഈ ഇതുപോലെയുള്ള ബുക്കുകളുണ്ട്. തിരഞ്ഞെടുക്കപ്പെട്ട ചിലതാണ് നമുക്ക് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തിരഞ്ഞെടുത്തതിലുള്ള ആ ഗുണം നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ അതന്നെ മുഴുവൻ എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ചെയ്യണം. അതിൽ നിന്ന് നമ്മളൊന്ന് പിന്നെ സെലക്ട് ചെയ്താൽ എന്തായി, അതിൻ്റെ ചിലപ്പോൾ അദ്ദേഹം ഉദ്ദേശിച്ച മുഴുവൻ ഫലവും നമുക്ക് കിട്ടിക്കൊള്ളണം എന്നില്ല. അതുകൊണ്ടാണ് ഞാനൊരു കംപ്ലീറ്റ് ഗ്രന്ഥമായിരിക്കണം നിങ്ങൾ വാങ്ങേണ്ടത് എന്ന് പറയാൻ. കുറച്ച് പേജുകളേ ഉണ്ടാവുള്ളൂ, ഏകദേശം ഇത്ര വലിപ്പം ഉണ്ടാവും ഇത് കംപ്ലീറ്റ് ഒരു ഗ്രന്ഥം. ആദ്യത്തെ ബാബ്, അതേപോലെ അടുത്ത ക്ലാസ് നമുക്ക് മഗ്‌രിബ് കഴിഞ്ഞ് ഉടനെ തുടങ്ങണം ഇൻഷാ അല്ലാഹ്. നമുക്ക് ഇശാ നിസ്കരിക്കാൻ പള്ളിയിലെത്താവുന്ന രൂപത്തിൽ പിരിയാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ മരുവിസ്കരിക്കാൻ സമീപത്ത് എവിടെയെങ്കിലും വന്നാൽ ഇശാ നമസ്കരിക്കാൻ ആ പള്ളിയിൽ തന്നെ തിരിച്ചെത്തുന്ന രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, നിർത്തുകയും ചെയ്യാം ഇൻഷാ അല്ലാഹ്. ഇതിലെ ഒന്നാമത്തെ അധ്യായം ബാബുൽ ഇഖ്ലാസ് വ ഇഹ്ലാറുൻ നിയ്യത്തി ഫി ജമീഇൽ അഅമാലി വൽ അഖ്വാലിൽ ബാരിസത്തി വൽ ഖഫിയ്യ എന്ന. മുൻകാല പണ്ഡിതന്മാരുടെ സ്വഭാവം, ഇപ്പോൾ ഇമാം സഹീഹുൽ ബുഖാരിയൊക്കെ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും, ഒരു ഹദീസിന് അവരുടെ വക ഒരു അധ്യായത്തിന് പേരിടും അവർ. ആ ഹദീസിൻ്റെ
ആ ഹദീസ് നിങ്ങൾ വായിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ആദ്യം വായിക്കുക അതിൻ്റെ ഹെഡിങ് ആയിരിക്കും. ആ ഹെഡിങ്ങാണ് ഇപ്പോൾ ഞാൻ വായിച്ചത്. ആ ഹെഡിങ് വായിച്ചാൽ തന്നെ എന്താണ് അതിലുള്ളത് എന്ന് നമുക്ക് എന്താവും മനസ്സിലാവും. അത് മുൻകാല പണ്ഡിതന്മാർ മുഴുവൻ, ഹദീസ് പണ്ഡിതന്മാർ മുഴുവൻ ചെയ്ത ഒരു രീതിയാണ്. അപ്പം ഇദ്ദേഹം സ്വീകരിച്ച, ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി സ്വീകരിച്ച രീതി, അദ്ദേഹം ഒരു അധ്യായം പറയും, ഒരു ഹെഡിങ് നൽകും. ആ ഹെഡിങ്ങിന് ആ അധ്യായത്തിൽ പറ്റാവുന്ന കുറച്ച് ആയത്തുകളും അതിന് ശേഷം കുറച്ച് ഹദീസുകളും അദ്ദേഹം ക്രോഡീകരിച്ചു. അപ്പോൾ ഇത് ഹദീസ് മാത്രമല്ല. റിയാദ് സ്വാലിഹീങ്ങൾ പഠിക്കുമ്പം ഹദീസ് മാത്രം പഠിക്കണമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ടെന്നർത്ഥം. മനസ്സിലായില്ലേ? ഇപ്പോൾ ഈ വിഷയത്തിൽ, നമ്മൾ ഈ പറയാൻ പോകുന്ന വിഷയത്തിൽ ആദ്യം അദ്ദേഹം പറയുക ആ വിഷയത്തിൽ വന്ന പ്രധാനപ്പെട്ട ആയത്തുകളാണ്. അപ്പോൾ നമ്മൾ റിയാദ് സ്വാലിഹീൻ പഠിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ ഖുർആനും പഠിക്കും, പിന്നെ ഹദീസും പഠിക്കും. മനസ്സിലായില്ലേ? അതാണ് അദ്ദേഹം ക്രോഡീകരിച്ച അദ്ദേഹത്തിൻ്റെ രീതി. ബാബുൽ ഇഖ്ലാസ് വ ഇഹ്ലാറുൻ നിയ്യ, ഒന്നാമത്തെ അധ്യായം അതാണ്. ബാബ് എന്ന് പറഞ്ഞാൽ വാതിൽ എന്നാണ് അറബി പറയുക. സാധാരണ ഇവിടെ ഉദ്ദേശിക്കുന്നത് അധ്യായം, തുടക്കം എന്നൊക്കെ. അൽ ഇഖ്ലാസു, ഇഖ്ലാസ് എന്ന അധ്യായം. ഇഖ്ലാസ് നമ്മളൊരുപാട് വിശദീകരിച്ചു, നമുക്കറിയുന്നതുമായ ഒരു പദമാണ് ഇഖ്ലാസ്. അഖ്ലസ എന്ന് പറഞ്ഞാൽ മാത്രമാക്കി എന്നാണ് അതിൻ്റെ ഭാഷയിലുള്ള അർത്ഥം. ഖാലിസ് എന്ന് പറഞ്ഞാൽ മാത്രം എന്നാണ്. അറബികൾ പറയും, വെള്ളം ചേർക്കാത്ത പാലിന് അറബികൾ പറയും ഹലീബുൻ ഖാലിസ് എന്ന് പറയും, അല്ലെങ്കിൽ ഹലീബുൻ ഖുല്ലസ് എന്ന് പറയും. ഒറിജിനൽ പാല് മാത്രം, വെള്ളം കുടിച്ചിട്ടില്ല, വേറൊന്നും ചേർത്തിട്ടില്ല, ഹലീബ് ഖാലിസ് എന്ന് പറയും. ബാബുൽ ഇഖ്ലാസ്, ഇഖ്ലാസിൻ്റെ അധ്യായം. അൽ ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇബാദത്തുകൾ അള്ളാഹുവിന് മാത്രമാക്കുക എന്ന വിഷയമാണ്. അപ്പോൾ ഇബാദത്തുകൾ അള്ളാഹുവിന് മാത്രമാക്കുന്ന അധ്യായം. വ ഇഹ്ലാറുൻ നിയ്യ, നിയ്യത്തിനെ ഹാജരാക്കൽ. ഇഹ്ലാർ എന്ന് പറഞ്ഞാൽ, ഹദറ എന്ന് പറഞ്ഞാൽ ഹാജറായി, കൊണ്ടുവന്നു. മനസ്സിലായി? അതാണ് ഇഹ്ലാറുൻ നിയ്യത്തി, നിയ്യത്തിനെ കൊണ്ടുവരൽ. ഫി ജമീഇൽ അമാലി, എല്ലാ അമലുകളിലും. ജമീഇൽ അമാൽ, അമാൽ എന്ന് പറഞ്ഞാൽ അമലുകൾ, പ്രവർത്തനങ്ങൾ. വൽ അഖ്വാലി, എല്ലാ വാക്കുകളിലും. ഖൗലിൻ്റെ ബഹുവചനമാണ് അഖ്വാൽ, അമലിൻ്റെ ബഹുവചനമാണ് അമാൽ. അൽ ബാരിസത്തി വൽ ഖഫിയ്യത്തി, പ്രകടമായതും പ്രകടമല്ലാത്തതുമായ, പ്രത്യക്ഷത്തിൽ കാണുന്നതും കാണാത്തതുമായ, പ്രകടമായതും പ്രഗോപ്യമായതുമായ വാക്കുകളിലും പ്രവർത്തനങ്ങളിലും, എല്ലാ വാക്കുകളിലും പ്രവർത്തനങ്ങളിലും നിയ്യത്തിനെ കൊണ്ടുവരൽ. നമുക്കിത് വായിച്ചാൽ വിഷയമാണ് മനസ്സിലാവും. അപ്പോൾ രണ്ട് കാര്യമാണ് ഈ ബാബിൽ, ഈ അധ്യായത്തിൽ പറയുന്നത്. ഒന്ന് ഇഖ്ലാസ്, രണ്ടാമത്തേത് പ്രകടവും ഗോപ്യവുമായ എല്ലാ നമ്മുടെ വാക്കുകളിലും പ്രവർത്തനങ്ങളിലും നിയ്യത്തുണ്ടായിരിക്കൽ. ശരിയല്ലേ? ഇതാണ് വിഷയം. ഇതിൽ അദ്ദേഹം ആദ്യം 3 ആയത്തുകൾ എടുത്തു ചേർക്കുന്നുണ്ട്. അതിന് മുമ്പ് ഷെയ്ഖ് ഉസൈമീൻ ഈ അധ്യായത്തിൻ്റെ ഹെഡിങ്ങിനെ ഒന്ന് വിശദീകരിക്കുന്നുണ്ട്. അത് വളരെ രസമാണ്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: അൻ നിയ്യത്തു, നിയ്യത്ത് എന്ന് പറഞ്ഞാൽ എന്താ? മഹല്ലുഹ അൽ ഖൽബ്. നിയ്യത്ത് എന്ന പ്രവൃത്തി, അതൊരു പ്രവൃത്തിയാണ് നിയ്യത്ത്. അതിൻ്റെ സ്ഥലം മനസ്സാണ്. വലാ മഹല്ല ലഹ ഫിൽ ലിസാനി ഫി ജമീഇൽ അമാൽ. നിയ്യത്ത് എന്ന പ്രവൃത്തിക്ക് നാവിൽ ഒരു സ്ഥാനവും ഇല്ല. നിയ്യത്ത് എന്നുള്ള ഒരു അമലാണ്. അമല് പലതരം അമലുകളുണ്ട്. നിയ്യത്ത് എന്നുള്ള അമലിൻ്റെ സ്ഥലം എവിടെയാണ്? ഖൽബാണ്. അതിന് എവിടെ പങ്കില്ല? നാവിന് പങ്കില്ല. വലിഹാദാ കാന മൻ നതഖ ബിൻ നിയ്യത്തി ഇൻദ ഇറാദത്തി സ്വലാ അവി സൗമി അവിൽ ഹജ്ജി അവിൽ വുദൂഇ ഔ ഗൈരി ദാലിക മിനൽ അഅമാൽ കാന മുബ്തദിഅൻ ഖായിലൻ ഫീ ദീനില്ലാഹി മാ ലൈസ മിൻഹു. ഇത് ഷെയ്ഖിൻ്റെ വാക്കാണ്, ഷെയ്ഖ് ഉസൈമീൻ്റെ വാക്ക്. അതുകൊണ്ട് ഒരാൾ നമസ്കരിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ, നോമ്പ് നോക്കാൻ ഉദ്ദേശിക്കുമ്പോൾ, ഹജ്ജ് ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ, വുദൂ ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രവൃത്തിയിൽ നിയ്യത്തിനെ നാവ് കൊണ്ട് ഉച്ചരിച്ചാൽ കാന മുബ്തദിഅൻ, അവൻ ഒരു പ്രവർത്തനം പുതുതായി ഉണ്ടാക്കിയവനാണ്.
ഖായിലൻ ഫീ ദീനില്ലാഹി മാ ലൈസ മിൻഹു, അള്ളാഹുവിൻ്റെ ദീനിൽ ഇല്ലാത്തത് പറഞ്ഞവനാണ്. മനസ്സിലായോ പറഞ്ഞെന്താ? നമ്മൾ നിസ്കരിക്കാൻ തുടങ്ങുന്ന സമയത്ത് നിയ്യത്തിൻ്റെ മഹല്ലെവിടെ? കൽബാണ്, സ്ഥാനം കൽബാണ്. അതാണ് നബി പഠിപ്പിച്ച നിയ്യത്ത്. അതല്ലാതെ നാവ് കൊണ്ട് ഒരാൾ ഉച്ചരിച്ചാൽ കാന മുബത്തദിഅൻ, അവൻ ദീനിൽ പുതുതായി ഒരു കാര്യം ഉണ്ടാക്കി, ദീനിലില്ലാത്ത ഒരു കാര്യം അവൻ കൊണ്ടുവന്നു. അപ്പോൾ നമ്മൾ ഒരിക്കലും നിയ്യത്ത് എന്ത് ചെയ്യാൻ പാടില്ല. പലപ്പോഴും നമ്മൾ അറിയാതെ വന്നു പോകും. കാരണം നമ്മൾ ശീലിച്ചത് അങ്ങനെയാണ്. നിസ്കരിക്കാൻ വേണ്ടി ചെന്ന് നിന്നാൽ നമ്മൾ പറയും ഈ ഫർളായ 4 റക്അത്ത് ളുഹർ നമസ്കാരം അതാ ആയി ഈ ഇമാമിൻ്റെ പിന്നിൽ നിന്ന് ഞാൻ അതാണ്ട് വന്നു പോകും. നമ്മളിനി നിർത്താൻ ശ്രദ്ധിക്കണം. കാരണം എന്താ? നിയ്യത്തിനല്ല ഒരു സ്ഥലം നിശ്ചയിച്ചിട്ടുണ്ട്. അതെവിടെയാണ്? നാവല്ല. പിന്നെ അതിനാണ് അദ്ദേഹം ഇഹ്ലാറുൻ നിയ്യ എന്ന് ഇമാം നവവി തങ്ങൾ വാക്ക് കൊണ്ടുവന്നത്. നിയ്യത്തിന് എന്ത് ചെയ്യണം? കൊണ്ടുവരണം എന്ന് പറയാം. എന്നിട്ട് ഷെയ്ഖ് ഉസൈമീൻ വിശദീകരിക്കുന്നു എന്തുകൊണ്ടാണ് അത് പുതുതായതാണ് എന്ന് പറയാൻ കാരണം. ലി അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യതവദ്ദഉ വയുസല്ലി വയതസദ്ദഖു വയസൂമു വയഹുജ്ജു വലം യകുൻ യൻതിഖു ബിന്നിയ്യ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചു, വുളു ചെയ്തു, സദഖ ചെയ്തു, നോമ്പ് നോറ്റു, ഹജ്ജ് ചെയ്തു. പക്ഷെ അവിടെയൊന്നും അദ്ദേഹം എന്ത് ചെയ്തിട്ടില്ല? നിയ്യത്തിനെ നാവുകൊണ്ട് പറഞ്ഞിട്ടില്ല. ഫലം യകുൻ യഖൂൽ, നബി തങ്ങൾ പറയാറുണ്ടായിരുന്നില്ല അല്ലാഹുമ്മ ഇന്നി നവൈതു അൻ അതവദ്ദഅ, അല്ലാഹുവേ ഞാനിതാ വുളു ചെയ്യാൻ വേണ്ടി നിയ്യത്താക്കിയിരിക്കുന്നു എന്ന് നബി എന്ത് ചെയ്തിട്ടില്ല? പറഞ്ഞിട്ടില്ല. അല്ലാഹുമ്മ ഇന്നി നവൈതു അൻ ഉസല്ലി, ഞാനിതാ നമസ്കരിക്കാൻ വേണ്ടി നിയ്യത്താക്കിയിരിക്കുന്നു, ഇങ്ങനെ നബി എന്ത് ചെയ്തിട്ടില്ല? പറഞ്ഞിട്ടില്ല. കാരണം അതിൻ്റെ സ്ഥലം എവിടെയാണ്? കൽബാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇനിയുള്ള അദ്ദേഹത്തിൻ്റെ വിശദീകരണം. വല്ലാഹു അസ്സ വജല്ല യഅലമു മാ ഫിൽ ഖൽബ്, കൽബിലുള്ളത് ആർക്കേ അറിയാൻ കഴിയുള്ളൂ? അതാണ് ഏറ്റവും വലിയ അമലാണ് നിയ്യത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും വലിയ അമലാണ് എന്ത്? നിയ്യത്ത്. കാരണം എന്താ അറിയോ? നിയ്യത്തിൻ്റെ സ്ഥലം എവിടെയാണ്? കൽബാണ്. മറ്റുള്ള അമലുകളിലൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ബാഹ്യമായ നമ്മുടെ അവയവങ്ങളൊക്കെ പങ്കുചേരുന്നുണ്ട്. ഇപ്പം ഹജ്ജ് ചെയ്യുകയാണെങ്കിൽ, നിസ്കരിക്കുകയാണെങ്കിൽ. പക്ഷെ നിയ്യത്ത് എന്നുള്ള അമലിൽ ബാഹ്യമായ ഒരവയവങ്ങൾക്കും എന്തില്ല? എന്തിന് മാത്രമേ ഉള്ളൂ? എൻ്റെ മനസ്സ് നന്നായെങ്കിലേ എനിക്ക് എന്ത് കിട്ടൂ? നിയ്യത്ത് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് അല്ലാഹു തആല യഅലമു മാ ഫിൽ ഖൽബി വലാ യഖ്ഫാ അലൈഹി ഷൈഉൻ, അല്ലാഹുവിന് ഒന്നും തന്നെ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒന്നും തന്നെ ഗോപ്യമാക്കാൻ, മറച്ചു വെക്കാൻ കഴിയില്ല. ഇതൊരു ഭയങ്കര പ്രശ്നമാണ് ഈ സംഗതി. നിയ്യത്ത് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു പ്രശ്നമാണ്. എന്താ അറിയോ? നിയ്യത്തിൻ്റെ മഹല്ല് കൽബാണ്. ആ കൽബിലുള്ളത് അള്ളാഹ്ക്കേ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? അറിയുള്ളൂ. ഏറ്റവും വലിയ അമൽ എന്താണ്? നിയ്യത്താണ്. കാരണം എന്താ വെച്ചാൽ അള്ളാഹു മാത്രമേ ഇത് കാണൂ എന്ന വിചാരത്തോടു കൂടി ഇതിനെ നന്നാക്കിയെങ്കിലേ എന്താവുള്ളൂ? ബാക്കിയുള്ളത് ശരിയാവുള്ളൂ. ഞാൻ നിസ്കരിക്കാൻ നിന്നിട്ട് കാര്യമില്ല എന്നർത്ഥം. ഞാൻ നിസ്കാരം എന്ന ആ പ്രവൃത്തി ഉണ്ടല്ലോ, അത് ചെയ്തിട്ട് കാര്യമില്ല. എന്താകാതെ എൻ്റെ നിയ്യത്ത്. കാരണം അള്ളാഹു എന്തിലേക്കാണ് നോക്കണത്? മനസ്സിലേക്കാണ് നോക്കുക. എന്നിട്ട് അദ്ദേഹം പറയുന്നു, അള്ളാഹു തആല പറഞ്ഞില്ലേ, ഖുൽ, നബിയെ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം, ഇൻ തുഖ്ഫൂ മാ ഫീ സുദൂരിക്കും ഔ തുബ്ദൂഹു, നിങ്ങൾ നിങ്ങളുടെ മനസ്സുകൾക്കകത്ത് എന്ത് മറച്ചു വച്ചാലും, എന്ത് പരസ്യമാക്കിയാലും, യഅലംഹുല്ലാഹ്, അതാരറിയും? സൂറത്ത് ആൽ ഇമ്രാനിലെ 29-ാമത്തെ ആയത്താണ്. 29. ഞാൻ ആയത്തിൻ്റെ നമ്പർ പറഞ്ഞ് നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് ഒന്ന് നോക്കുകൂടി ചെയ്യാൻ നന്നായിരിക്കും എന്നുള്ളത്. അതുകൊണ്ട് ഇദ്ദേഹം പറയുന്നു, വയജിബു അലൽ ഇൻസാനി അൻ യുഖ്ലിസ നിയ്യത ലില്ലാഹി സുബ്ഹാനഹു ഫീ ജമീഇ ഇബാദാതിഹി. അതുകൊണ്ട് മനുഷ്യൻ അവൻ്റെ എല്ലാ ഇബാദത്തുകളിലും ആദ്യം എന്ത് ശരിയാക്കണം? നിയ്യത്തിനെ ശരിയാക്കണം. വ അന്നഹു ലാ യൻവി ബി ഇബാദതിഹി, അവൻ്റെ ഇബാദത്ത് കൊണ്ട് അവൻ ഒരിക്കലും നിയ്യത്താക്കാൻ പാടില്ല ഇല്ലാ വജ്ഹല്ലാഹി വദ്ദാറൽ ആഖിറ, അള്ളാഹുവിൻ്റെ വജ്ഹും ദാറുൽ ആഖിറത്തും പരലോകവുമല്ലാതെ വേറൊന്നും നിയ്യത്തായി ഉണ്ടാകാൻ പാടില്ല. ഇബാദത്ത് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നർത്ഥം.
അതുകൊണ്ടാണ് ഇമാം നവവി തങ്ങൾ അടുത്തതായി പറഞ്ഞ ആയത്ത് അദ്ദേഹം പറഞ്ഞ ആയത്ത് വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീന ഹുനഫാഅ വയുഖീമുസ് സ്വലാത്ത വയുത്തുസ് സകാത്ത വദാലിക ദീനുൽ ഖയ്യിമ. സൂറത്തുൽ ബയ്യിനയിലെ 5-ാമത്തെ ആയത്താണ്. നമുക്കൊക്കെ എല്ലാവർക്കും അറിയാലോ ആയത്ത്, വിശദീകരിക്കണ്ടല്ലോ. പിന്നെ അതുകൊണ്ട് എല്ലാ ഇബാദത്തുകളിലും എന്ത് വേണം? നിയ്യത്ത് ഉണ്ടാകണം. ആ നിയ്യത്തുണ്ടായാലേ ഇബാദത്തുകൾ എന്താവുള്ളൂ? ശരിയാവുകയുള്ളൂ. ഇപ്പോൾ ഉദാഹരണം അതെങ്ങനെ ഉണ്ടാക്കുക എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിന് അദ്ദേഹം വഴി പറഞ്ഞു തരുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണം നമ്മൾ വുദു എടുക്കണം. ഫയൻവി മസലൻ അൽ വുദു. അപ്പോൾ നമ്മൾ എന്ത് കരുതണം? വുദു ചെയ്യാണ് എന്ന് കരുതണം. പോരാ. 2 വ അന്നഹു തവദ്ദഅ ലില്ലാഹ്. ഈ വുദു ചെയ്യുന്നത് അള്ളാഹുവിന് വേണ്ടിയാണെന്നും കരുതണം. വുദു ചെയ്യാന്ന് കരുതിയാൽ പോരാ, നിസ്കരിക്കാമെന്ന് കരുതിയാൽ പോരാ, അള്ളാഹുവിന് വേണ്ടി എന്ന് കരുതണം. തീർന്നില്ല. 3-ാമത്തേത് അന്നഹു തവദ്ദഅ ഇംതിസാലൻ ലി അംരില്ലാഹ്. അള്ളാഹുവിൻ്റെ കൽപ്പനയെ നടപ്പാക്കാൻ വേണ്ടിയാണ് വുദു എന്ന് കരുതണം. അള്ളാഹിൻ്റെ കൽപ്പനയാണെന്ന് കരുതിയാലും പോരാ, അള്ളാഹുവിന് വേണ്ടിയാന്ന് കരുതിയാൽ പോരാ, അള്ളാഹുവിൻ്റെ കൽപ്പനയെ പൂർത്തീകരിക്കാനാണ് വുദു എന്ന് കരുതണം. നിസ്കാരാണെങ്കിലും നമ്മൾ നിസ്കരിക്കണം. അപ്പോൾ എന്ത് കരുതണം? ആദ്യം വേണ്ടത് 3 കാര്യങ്ങൾ വേണം നിയ്യത്തിൽ. എല്ലാവരും മനസ്സിലാക്കി വെച്ചു. 3 കാര്യങ്ങൾ വേണം. 1-ാമത്തേത് നിയ്യത്തുൽ ഇബാദത്ത് എന്ന് പറയും. നിയ്യത്തുൽ ഇബാദത്ത്, ഇന്ന ഇബാദത്താണ് ചെയ്യുന്നത് എന്ന നിയ്യത്ത് വേണം. ഇപ്പോൾ വുദു ചെയ്യുകയാണെങ്കിൽ വുദു ചെയ്യാണ് എന്നെന്ത് വേണം? ആദ്യം വേണം. നിസ്കരിക്കുകയാണെങ്കിൽ നിസ്കരിക്കുകയാണ് എന്നാദ്യം കരുതണം. ഇപ്പോൾ നിസ്കാരമാണെങ്കിൽ ളുഹറാണോ അസറാണോ മഗ്രിബാണോ പ്രത്യേകം കരുതണം. മനസ്സിലായില്ലേ? അല്ലാതെ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ കയ്യട്ടിയാൽ പോരാ. കരുതണം. നമ്മൾ മനസ്സിൽ വേണം ഇത് ളുഹറാണ് അസറാണ് എന്ന് കരുതണം. 2-ാമത്തേത് നിയ്യത്തുൻ അൻ തകൂന ലില്ലാഹ്. അള്ളാഹുവിന് വേണ്ടിയാണ് എന്ന നിയ്യത്ത് വേണം. ആദ്യത്തേത് ഇന്ന ഇബാദത്താണ്. 2-ാമത്തേത് അള്ളാഹുവിന് വേണ്ടിയാണ്. എന്തിനാണത്? എന്തിനാ അങ്ങനെ? ഇപ്പോൾ ഉദാഹരണം നമസ്കാരമാണ് നിൽക്കുക. അപ്പോൾ നമ്മൾ അസറാണ് മഗ്രിബാണ് എന്ന് കരുതി. 2-ാമത്തേത് അള്ളാഹുവിന് വേണ്ടി എന്ന് കരുതണം. എന്തിനാ? ഇന്നമാ തുസല്ലി ലില്ലാഹി അസ്സ വജല്ല ലാ ലിഗൈരിഹി. ഞാൻ അള്ളാഹുവിന് വേണ്ടിയാണ്, വേറെ ആർക്കും വേണ്ടിയല്ല നിസ്കാരം എന്ന് നമ്മുടെ മനസ്സിൽ ഉറപ്പുണ്ടാണ്. വാപ്പ കാണാനോ ഉമ്മ കാണാനോ മക്കൾ കാണാനോ ഭർത്താവ് കാണാനോ ഭാര്യ കാണാനോ ഒന്നുമല്ല. മനസ്സിലല്ലേ? റിയാഇന് വേണ്ടിയല്ല, സുംഅത്തിന് വേണ്ടിയല്ല, ആരെങ്കിലും എൻ്റെ നമസ്കാരത്തെ പ്രശംസിക്കാനല്ല, ആരെങ്കിലും എനിക്ക് ഈ നമസ്കാരം കൊണ്ട് വല്ലതും തരാനല്ല. അതിനാണ് അള്ളാഹുവിന് വേണ്ടി എന്ന് കരുതുന്നത്. അതാണ് 2-ാമത്തേത് നിയ്യത്തുൻ അൻ തകൂന ലില്ലാഹ്. അള്ളാഹുവിന് വേണ്ടി എന്ന നിയ്യത്തുണ്ടാകും. മനസ്സിലായില്ലേ? 2 3-ാമത്തേത് നിയ്യത്തുൻ അന്നഹു ഖാമ ബിഹാ ഇംതിസാലൻ ലി അംരില്ലാഹ്. ഞാൻ ഈ പ്രവർത്തനം ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ കൽപ്പന നടപ്പാക്കാൻ വേണ്ടിയാകുന്നു എന്നും നിയ്യത്തിലുണ്ടാകണം. 3-ാമത്തെ കാര്യം, ഞാൻ ഈ പ്രവർത്തനം ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ കൽപ്പന നടപ്പാക്കാൻ വേണ്ടിയാകുന്നു. ഇപ്പോൾ ഉദാഹരണം, ഞാൻ നമസ്കരിക്കുന്നു ഇപ്പോൾ. എന്തിനാ? അള്ളാഹ് പറഞ്ഞിട്ടുണ്ട് അഖീമുസ് സ്വലാത്ത എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കൽപ്പന നടപ്പാക്കാൻ വേണ്ടിയാകുന്നു ഞാൻ എന്ത് ചെയ്യുന്നത്? നമസ്കരിക്കുന്നു. ഇതാണ് പൂർണ്ണമായ നിയ്യത്ത് എന്ന് പറഞ്ഞാൽ. ഇപ്പം നമ്മൾ ഇതുവരെ ചെയ്ത അമലുകളിൽ എവിടെയെങ്കിലും അത് കുറവ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്നു മുതൽ അത് പൂർത്തിയാക്കണം. ഇൻഷാ അല്ലാഹ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അമലിൽ വരണം. 3 കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഒന്ന് നിയ്യത്തുൽ ഇബാദത്ത്. ഇന്ന ഇബാദത്താന്ന് നമ്മൾ കൃത്യമായി നമ്മുടെ നിയ്യത്തിലുണ്ടാകണം. മനസ്സിലായേ? 2-ാമത്തേത് അള്ളാഹ്ക്ക് വേണ്ടി മാത്രമാണ്, വേറൊരു ലക്ഷ്യവും. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇനി അഥവാ വല്ലതും ഉണ്ടെങ്കിൽ തന്നെ എന്താവും? അതിലോട്ട് പോവും. ഇപ്പോൾ നമ്മളൊരു നല്ല ഒരു സദക്ക ചെയ്യാൻ പോവുകയാണ് നിൽക്കുക. നമ്മളെ മനസ്സിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട് കേട്ടോ. മനസ്സ് ആർക്കേ അറിയൂ? അള്ളാഹ്ക്കേ അറിയാം. അവിടെയാണ് പ്രശ്നം. അവിടെയാണ് ഇത് പ്രശ്നം. നമ്മളെ മനസ്സിൽ ഈ സദക്ക കൊടുക്കുമ്പോൾ അയാൾ എങ്ങനെ ഇപ്പോൾ ഞാൻ കൊടുക്കാതിരിക്കുക, അയാൾ എൻ്റെ പീടികയിൽ പണിയെടുക്കുന്ന ആളല്ലേ എന്നത് ഉണ്ടെങ്കിൽ അത് മാറും. എപ്പോൾ? നമ്മൾ നിയ്യത്തിൻ്റെ 2-ാമത്തേലേക്ക് എത്തിയാൽ. ഇത് ഞാൻ അയാൾക്ക് എങ്ങനെ കൊടുക്കാതിരിക്കണ, എൻ്റെ പീടികയിൽ പണിയെടുക്കുന്ന ആളല്ലേ എന്ന നിലക്കല്ല, മറിച്ച് ഇത് ഞാൻ അള്ളാഹുവിന് മാറ്റാൻ കഴിഞ്ഞു. നമുക്ക് നമ്മുടെ ഈ മനസ്സിൻ്റെ അവസ്ഥ മാറ്റാൻ നമുക്ക് സാധിച്ചു. 3-ാമത്തേത്
മൂന്നാമത്തേതാണ് ഏറ്റവും രസകരമായത്. അതാണ് ശരിക്കെന്ത് ഒരു സംഗതിയെ സംഗതിയാക്കുന്നത്. ഞാനിത് ചെയ്യുന്നത് എന്തിനാ? അള്ളാഹ് എന്നോട് പറഞ്ഞു അഖിമിസ്സലാ, അതുകൊണ്ട് ചെയ്യാണ്. അത് നമ്മളെ മനസ്സിലാവണം. വെറുതെ ലഹുറായില്ലേ, എങ്ങനെ നിസ്കരിക്കാണ്ടിരിക്കുക, മാപ്പിളായിപ്പോയില്ലേ, എല്ലാവരും പള്ളിക്ക് പോവല്ലേ, ഏതായാലും നിക്കാഹിന് അസറിനാ പള്ളിയിൽ പോകണം, അപ്പം പിന്നെ എല്ലാവരും നിസ്കരിക്കുമ്പോൾ ഞാനും അല്ല. അഖിമിസ്സലാ അല്ലേ, അള്ളാഹിൻ്റെ വാക്കാണ് വഅഖീമുസ്സലാത്ത വആതുസ്സക്കാ. മനസ്സിലല്ലേ? അപ്പം അത് മൂന്നും എന്ത് ചെയ്യണം? നമ്മുടെ മനസ്സിലുണ്ടാകണം നിയ്യത്തിൻ്റെ സമയത്ത്. ആ നിയ്യത്ത് ശരിയായെങ്കിലേ എന്താവുള്ളൂ. എന്തിനാ ഈ നിയ്യത്ത് ശരിക്ക്? നമ്മൾ ആലോചിച്ച് നോക്കൂ, ഇനി എന്തിനാണ് അത് എന്ന്. അതിന് ഷെയ്ഖ് ഉസൈമീൻ മറുപടി പറയുന്നു, അന്നല്ലാഹ സുബ്ഹാനഹു വതആല ആലിമുൻ ബിനിയ്യത്തിൽ അബ്ദി. അല്ലാഹു തആല ഒരടിമയുടെ നിയ്യത്ത് അറിയുന്നവനാണ്. വേറെ ആർക്കും അത് അറിയില്ല കേട്ടോ. ഇപ്പം എൻ്റെ മനസ്സിൽ ഞാൻ ഉദാഹരണം പറയാം. എൻ്റെ മനസ്സിൽ ഈ ക്ലാസ് എടുക്കാൻ വേണ്ടി എൻ്റെ നാട്ടിൽ നിന്ന്, ഞാൻ മോങ്ങത്തുനിന്നാണ് വരുന്നത്, ഒരു 40 കിലോമീറ്റർ ഞാൻ യാത്ര ചെയ്ത് വരണമെങ്കിൽ വരുമ്പോൾ എൻ്റെ മനസ്സിലുള്ള നിയ്യത്ത് എന്ത് എന്ന് ആർക്കേ അറിയോ? ഇതൊക്കെ ആർക്കും അറിയില്ല. എനിക്കറിയാം, മനസ്സിലല്ലേ? ആ അറിയണ നിയ്യത്ത് എനിക്കല്ലാതെ പിന്നെ ആർക്കേ അറിയൂ? അള്ളാഹ്ക്കേ വേറെ ആർക്കും അറിയില്ല, മനസ്സിലാവില്ല. അതാണ്. അപ്പം അതുകൊണ്ട് തുടർന്ന് റുബ്ബമ യഅമലുൽ അബ്ദു അമലൻ, ചിലപ്പോൾ ചില ആളുകൾ അമൽ ചെയ്യും, യുദ്ഹിറു അമാമന്നാസി അന്നഹു അമലുൻ സാലിഹുൻ, ജനങ്ങളുടെ മുമ്പിൽ അതൊരു സാലിഹായ അമലാണ് എന്ന് ഇങ്ങനെ എന്താവും തോന്നും. വഹുവ അമലുൻ ഫാസിദുൻ, ആ അമൽ എന്തായിരിക്കും? ഫാസിദായിരിക്കും. കാരണം അഫ്സദത്തുഹു അന്നിയ്യ, ആ അമലിനെ ആരാ കേടുവരുത്തിയത്? നിയ്യത്താണ്. ഇപ്പം നിയ്യത്ത് കേട് വന്നാൽ അമലാകെ എന്താവും? കേടുവരും. മനസ്സിലായി എനിക്ക് പറഞ്ഞ്? അപ്പം അതുകൊണ്ട് ആദ്യം ശരിയാക്കേണ്ടത് ആരെയായിരിക്കണം? നിയ്യത്തിനായിരിക്കണം. എന്തിനല്ല? അമലിനല്ല. എങ്ങനെ നിസ്കരിക്കും എന്നല്ല ആദ്യം പഠിക്കണ്ടേ, എങ്ങനെ നിയ്യത്തുണ്ടാക്കും എന്നാണ് പഠിക്കണ്ടേ. നിയ്യത്തുണ്ടായാലേ നിസ്കാരം എന്താവുള്ളൂ, അമൽ എന്താവുള്ളൂ, ശരിയാവുള്ളൂ. അതിന് അദ്ദേഹം കാരണം പറയുന്നു, ലി അന്നല്ലാഹ തആല യഅലമു മാ ഫിൽ ഖൽബ്, കാരണം അള്ളാഹുവാണ് മനസ്സിലുള്ളത് അറിയുന്നത്. വലാ യുജാസൽ ഇൻസാനു യൗമൽ ഖിയാമത്തി ഇല്ലാ അലാ മാ ഫി ഖൽബിഹി. ഭയങ്കര ഗൗരവമുള്ളൊരു വാക്കായി പറഞ്ഞു. വലാ യുജാസൽ ഇൻസാൻ, മനുഷ്യന് പ്രതിഫലം കൊടുക്കപ്പെടുകയില്ല യൗമൽ ഖിയാമത്തി, ഖിയാമത്ത് നാളിൽ, ഇല്ലാ അലാ മാ ഫി ഖൽബിഹി, അവൻ്റെ മനസ്സിലുള്ളതിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ. നിയ്യത്ത് ശരിയായില്ലെങ്കിൽ അല്ലാതെ എന്തിട്ടൂല. നിയ്യത്ത് എന്താണോ അതിനാണ് എന്ത്? പ്രതിഫലം. നിയ്യത്തിനാണ് പ്രതിഫലം. എന്നിട്ട് അദ്ദേഹം സൂറത്ത് താരിഖിലെ 8 മുതൽ 10 വരെയുള്ള ആയത്ത്, ഇന്നഹു അലാ റജിഇഹി ലഖാദിർ യൗമ തുബ്ലസ്സറായിർ, യൗമ തുബ്ലസ്സറായിർ ഫമാ ലഹു മിൻ ഖുവ്വത്തിൻ വലാ നാസിർ. എന്താ യൗമ തുബ്ലസ്സറായിർ എന്ന് പറഞ്ഞാൽ? അവൻ്റെ മനസ്സുകളിലുള്ള രഹസ്യങ്ങൾ മുഴുവൻ പരീക്ഷിക്കപ്പെടുന്ന ദിവസം. മനസ്സിലുള്ള എല്ലാ രഹസ്യവും അന്നാണ്. ഫമാ ലഹു മിൻ ഖുവ്വത്തിൻ വലാ നാസിർ. ആ മനസ്സെങ്ങനെയാണോ അതിനനുസരിച്ചായിരിക്കും അവൻ അന്ന് കിട്ടുക. വേറെ ഏതെങ്കിലും ഒരു ശക്തിക്കോ ഒരു സഹായിക്കോ ഒന്നും ചെയ്യാൻ അവിടെ ഇല്ല. അല്ലേ? സൂറത്തുൽ ആദിയാത്തിൽ പറഞ്ഞല്ലേ, അഫലാ യഅലമു ഇദാ ബുഇസിറ മാ ഫിൽ വഹുസ്സില, എന്താ സുദൂർ ഖുലൂബ, വഹുസ്സില മാ ഫിസ് സുദൂർ. നമ്മളെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, നമ്മളെ മനസ്സിനകത്ത് എന്താണോ അതിനാണ് എന്ത് കിട്ടുക. അപ്പോൾ ചുരുക്കത്തിൽ 2 സംഗതി നമ്മൾ മനസ്സിലാക്കുക. ആഖിറത്തിൽ സവാബും ഇഖാബും എന്തിൻ്റെ അടിസ്ഥാനത്തിലാ? നിയ്യത്തിൻ്റെ സവാബ് എന്ന് പറഞ്ഞാൽ പ്രതിഫലം, ഇഖാബ് എന്ന് പറഞ്ഞാൽ ശിക്ഷ. ശിക്ഷയും രക്ഷയും ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ദുനിയാവിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പ്രകടനത്തിലല്ല എന്ത് കാര്യം. പ്രകടനം മനസ്സിനകത്തുള്ളതുമായി യോജിച്ചു വന്നെങ്കിലേ അതുകൊണ്ട് കാര്യമുള്ളൂ. മനസ്സിലായില്ലേ? മനസ്സിനകത്ത് ചീത്തയും പ്രകടനം മനോഹരവുമായാൽ കാര്യമുണ്ടോ? യൗമ തുബ്ല അസ്സറായിർ. ഞാൻ എന്ത് മറച്ചു വെച്ചിട്ടും കാര്യമില്ല. എൻ്റെ മനസ്സിനകത്ത് ചീത്തയാണെങ്കിൽ ഒരു കാര്യവുമില്ല. അതുകൊണ്ടാണ് ശൈഖ് പറയുന്നു, ഇൻ വാഫഖത്ത് മാ ഫിൽ ബവാത്തിനി സലുഹ ലാഹിറുഹു വബാത്തിനുഹു.
നമ്മുടെ പുറത്തുള്ള പ്രവർത്തനം മനസ്സിനകത്തുള്ളതിന് യോജിച്ച് വന്നാൽ അകവും പുറവും നന്നാകും, രഹസ്യവും പരസ്യവും നന്നാകും. വഇൻ ഖാലഫത്ത്, പുറത്തുള്ളത് ഉഷാറും അകത്തുള്ളത് ചീത്തയുമാണെങ്കിൽ, വസാറൽ ഖൽബു മുൻതവിയൻ അലാ നിയ്യത്തിൻ ഫാസിദ, മനസ്സിനകത്ത് ഒരു മോശമായ നിയ്യത്ത് ചുരുട്ടിക്കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ പുറത്ത് ഭയങ്കര ഉഷാറിൽ പ്രവർത്തിക്കുന്നുണ്ട്, പക്ഷെ മനസ്സിനകത്ത് എന്തുണ്ട്? ഒരു ചീത്ത നിയ്യത്ത്, ചീത്ത വിചാരം ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഫമാ അഅ്ലമ ഖസാറതഹു, അതിൻ്റെ നഷ്ടം എത്ര വലുതായിരിക്കും, ഭയങ്കര നഷ്ടമായിരിക്കും. അപ്പോൾ ഒരിക്കലും നമ്മൾ ആ പണിക്ക് എന്ത് ചെയ്യാൻ പാടില്ല, പോകാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ചെയ്യേണ്ടത് ആദ്യം നമ്മുടെ നിയ്യത്തിനെ നോക്കണം, നിയ്യത്തിനെ പരിശുദ്ധമാക്കണം. എങ്കിൽ മാത്രമേ രക്ഷയുള്ളൂ. അതുകൊണ്ട് ഷെയ്ഖ് ഉസൈമീൻ 2 കാര്യം പറയുന്നു. അല്ലാ അയ്യുഹൽ ഇഖ്വ ബി ഇഖ്ലാസിൻ നിയ്യത്തി ലില്ലാഹി സുബ്ഹാനഹു വ തആല, അല്ലാഹുവാണേ സഹോദരന്മാരെ, ആദ്യമായി നാം ചെയ്യേണ്ടത് നമ്മുടെ നിയ്യത്ത് അള്ളാഹുവിന് വേണ്ടി മാത്രം എന്നതായിരിക്കണം. നമ്മൾ അമൽ ചെയ്യുമ്പോഴേ, ഒരു പ്രവർത്തനം ചെയ്യുമ്പോൾ, ഒരു ദീനിലെ കാര്യം ചെയ്യുമ്പോൾ അത് അള്ളാഹ്ക്ക് വേണ്ടി മാത്രം എന്നതായിരിക്കണം. നിയ്യത്ത് എന്താണെന്ന് മനസ്സിലായല്ലോ, 3 എണ്ണമാണ്. അത് അള്ളാഹ്ക്ക് വേണ്ടി മാത്രമായിരിക്കണം. ഇനി രണ്ടാമതൊരു കാര്യം കൂടി ഇദ്ദേഹം പറയുന്നു, അത് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഹദീസിലേക്ക് നമുക്ക് അടുത്ത ആഴ്ചയ്ക്ക് പോകാം. രണ്ടാമത്തെ കാര്യം, അന്ന ശൈത്താന ഖദ് യഅതീക ഇൻദ ഇറാദത്തി അമലിൽ ഖൈർ. അതാണ് രസമുള്ള വാചകം. ശൈത്താൻ നിൻ്റെ അടുത്ത് വരും എപ്പോൾ? ഇൻദ ഇറാദത്തി അമലിൽ ഖൈർ, ഒരു നല്ല കാര്യം ചെയ്യാൻ വേണ്ടി നീ ഉദ്ദേശിക്കുമ്പോൾ. ഫയഖൂലു ലക, എന്നിട്ട് ഈ ശൈത്താൻ നിന്നോട് പറയും, ഇന്നമാ തഅമലു ഹാദാ റിയാഅൻ, നമ്മൾ നല്ല കാര്യം ചെയ്യാൻ, ഞാൻ ഒരാൾക്ക് സദഖ കൊടുക്കാൻ ഉദ്ദേശിച്ചു. അപ്പോൾ ശൈത്താൻ്റെ അടുത്ത് വരും, എന്നിട്ട് പറയാണ്, എടാ നീ ഇത് ചെയ്യണത് ആളുകൾ കാണാൻ വേണ്ടിയല്ലേ. ഞാൻ ആദ്യം പറഞ്ഞ നിങ്ങൾ മറക്കരുതേ, ഷെയ്ഖിൻ്റെ ആദ്യത്തെ ഉപദേശം അല്ലാ ഇഖ്ലാസുൽ അമലിലില്ല എന്നാണ്. മനസ്സിലായി? രണ്ടാമത്തെ കാര്യം, നമ്മളൊരു നല്ല കാര്യം ചെയ്യാൻ ഒരുങ്ങിയാൽ ശൈത്താൻ വരും. ശൈത്താൻ നമ്മളോട് പറയും, എടാ ഇത് മനുഷ്യന്മാർ കാണാൻ വേണ്ടിയല്ലേ ചെയ്യണത് അല്ലേ. ഫയുഹ്ബിതു ഹിമ്മതക, അത് പറഞ്ഞ് ശൈത്താൻ ഇങ്ങനെ തോന്നിപ്പിക്കും. അത് പറഞ്ഞ് നിൻ്റെ ഹിമ്മത്തിനെ ശൈത്താൻ ഇങ്ങനെ താത്തിക്കളയും, ഇല്ലാതാക്കി കളയും. അങ്ങനെ നമ്മൾ മെല്ലാണ് സൈഡായി മാറിക്കും. ഞാൻ പേനും പോണ്ട, ഞാൻ അതിനൊന്നും നിൽക്കണ്ട, ഞാൻ ആ കാര്യമൊന്നും ചെയ്യണ്ട. മനസ്സിലായില്ലേ? ഷെയ്ഖ് പറയാ, ലാ തൽതഫിത് ഇലാ ഹാദാ, ഒരു നല്ല കാര്യം ചെയ്യാൻ വേണ്ടി നീ ഒരുങ്ങുമ്പോൾ ഇങ്ങനത്തെ ഒരു പിശാച് നിൻ്റെ അടുത്ത് വന്നാൽ അതിലേക്ക് നീ തിരിഞ്ഞു നോക്കരുതേ. വലാ തുതിഉഹു, അവനെ നീ അനുസരിക്കരുതേ. ബൽ യഅമൽ, നീ ചെയ്യേണ്ടത് ആ പ്രവൃത്തി നീ ചെയ്യണം. വലൗ ഖാല ലക, ആ പിശാച് നിന്നോട് പറഞ്ഞാൽ പോലും, ഇന്നക ഇന്നമാ തഅമലു റിയാഅൻ ഔ സുംഅതൻ, എടോ നീ ഇത് ചെയ്യുന്നത് ആളുകൾ കാണാനല്ലേ, നിനക്ക് പ്രസിദ്ധി കിട്ടാനല്ലേ എന്നൊക്കെ ഒരു തരം പിശാച് നിന്റെ അടുത്ത് വന്ന് പറഞ്ഞാൽ പോലും നീ അത് ചെയ്യണം. ഗൗരവമുള്ള നിയ്യത്തിൻ്റെ വിഷയത്തിലെ രണ്ടാമത്തെ കാര്യം ഗൗരവമുള്ളതാണ്. എന്താ കാരണം? ലി അന്നക ലൗ സുഇൽത, എന്താ കാരണം? നിന്നോടൊരാൾ ചോദിച്ചു എന്ന് വെക്കുക, ഹൽ അൻതൽ ആൻ തഅമലു ഹാദാ റിയാഅൻ വസുംഅതൻ, എടോ നീ ഈ പ്രവർത്തനം ഇപ്പോൾ ചെയ്യുന്നത് ജനങ്ങൾ കാണാനും പ്രസിദ്ധി കിട്ടാനും വേണ്ടിയാണോ എന്ന് ചോദിച്ചാൽ ലഖുൽത, നീ പറയില്ലേ? ലാ, ഞാൻ അതിനു വേണ്ടിയല്ല, നീ പറയൂലേ? പറയും. അങ്ങനെ നീ പറയണം. അങ്ങനെ നിൻ്റെ മനസ്സിനെ നീ എന്താക്കണം? മാറ്റിയെടുക്കണം. അപ്പോൾ നിയ്യത്തിൽ 2 തരം. ഇതാണ് ഈ സംഗതി. എന്താ വെച്ചാൽ ഇതൻ അദ്ദേഹം പറയാണ്, ഇതൻ ഫഹാദൽ വസ്വാസ് അല്ലദീ അദ്ഖലഹു ശൈത്താൻ ഫീ ഖൽബിക, അപ്പോൾ ഈ വസ്വാസ് ഉണ്ടല്ലോ, പിശാചി നിന്റെ മനസ്സിലേക്ക് കയറ്റിയ ഈ വസ്വാസ്, ലാ തൽതഫിത് ലഹു, അതിലേക്ക് നീ തിരിഞ്ഞു നോക്കരുത്. വഫ്അലിൽ ഖൈറ, നീ നന്മ ചെയ്യണം. വലാ തഖുൽ ഇന്നി ഉറായി വമാ അശ്ബഹ ദാലിക്, നീ നന്മ ചെയ്യണം. നീ പറയരുത് എന്ത്, എനിക്ക് റിയാ ഉണ്ട്, എനിക്ക് സുംഅത്ത് ഉണ്ട്, അതുകൊണ്ട് ഞാൻ ചെയ്യൂല എന്ന് നീ പറഞ്ഞ് പിന്മാറരുത്. ഈ രണ്ടാമത് പറഞ്ഞത് ഭയങ്കര ഗൗരവമുള്ളൊരു വിഷയം.
പ്രത്യേകിച്ച് ഇസ്ലാമിക രംഗത്തുള്ളവരും പ്രവർത്തിക്കുന്ന ആൾക്കാർക്കൊക്കെ പറ്റുന്ന ഒരു വലിയ രോഗമാണ്. കുറേ ഹദീസും കുറേ ഖുർആനൊക്കെ പഠിക്കുമ്പം അവർക്ക് തോന്നും എന്ത്, ഓ ഞാനിത് ചെയ്താൽ റിയാ ആവോ, സുംഅത്താവോ. മനസ്സിലായില്ല? റിയാ എന്ന് പറഞ്ഞാൽ ആൾക്കാർ കാണാൻ വേണ്ടിയാവോ, ആൾക്കാർ കേൾക്കാൻ വേണ്ടിയാവോ, ജനങ്ങൾ എന്നെ പറ്റി നല്ലത് പറയും, അങ്ങനെ ആയിപ്പോവോ എന്ന് പിശാച് ഇങ്ങനെ തോന്നിപ്പിക്കും. ഇതെന്തിനാ അറിയോ? ഇത് ഇയാളെ ഈ പ്രവൃത്തിയിൽ നിന്ന് മാറ്റാനുള്ള പരിപാടിയാണ്. നമ്മളെന്താ ചെയ്യേണ്ടത്? നമ്മൾ നമ്മുടെ നിയ്യത്തിന് എന്ത് ചെയ്യണം? നന്നാക്കണം. നിയ്യത്തിനെ നമ്മൾ നന്നാക്കാൻ 3 വഴി പറഞ്ഞു തന്നല്ലോ. ആ വഴി ഉപയോഗിച്ച് അഥവാ നമ്മുടെ മനസ്സിൽ റിയാ, ജനങ്ങൾ കാണുക അല്ലെങ്കിൽ എനിക്ക് പ്രസിദ്ധി കിട്ടുക എന്നൊക്കെ വല്ലതും വല്ല അമലുകളുടെയും പിന്നിലുണ്ടെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ക്രമേണ 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 മാറ്റിയെടുക്കണം. പെടുന്നതിനെ ചിലപ്പം പിശാച് ഇങ്ങനെ ഈ കളി കളിക്കും. ആ കളിയിൽ നമ്മൾ എന്ത് ചെയ്ത് പെട്ടുപോകരുത്. ഇതാണ് ഈ വിഷയത്തിൻ്റെ ആമുഖം. ഹെഡിങ്ങിൽ ഷെയ്ഖ് ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കും. ഇൻഷാ അല്ലാഹ് ഹദീസ് നമുക്ക് അടുത്ത ക്ലാസ് മുതൽ തുടങ്ങാം. അപ്പോഴേക്കും നിങ്ങൾക്ക് പുസ്തകം കൂടി ഉണ്ടായാൽ എന്തായി, ഹദീസ് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. അപ്പം രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാനുള്ളൂ. ഒന്ന്, നമ്മളിപ്പം നിയ്യത്ത് എന്താണെന്ന് പഠിച്ചല്ലോ. ഇനി നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത് ഈ 3 കാര്യങ്ങളും ഈ 3 രൂപത്തിലും നിയ്യത്തിനെ ശുദ്ധീകരിച്ചിട്ടുമാണ്. അല്ലാതെ നമ്മൾ എന്ത് ചെയ്യരുത്? കയറരുത്. അങ്ങനെ നമ്മൾ ശുദ്ധീകരിച്ച് കയറിയാലുണ്ടല്ലോ ഈ അമൽ ഒരു വല്ലാത്ത അമലായിരിക്കും. ഈ പ്രവർത്തനം നമ്മളിപ്പോൾ ഇരിക്കണ എൻ്റെ ഈ സംസാരവും നിങ്ങളുടെ ഇരുത്തുമൊക്കെ ഒരു വലിയ സംഭവമായിരിക്കും. ആ നിയ്യത്ത് നമുക്ക് നന്നായി കിട്ടിയ. അതിനാണ് നമ്മൾ ആദ്യം തന്നെ, അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി ആദ്യത്തെ അധ്യായമായി ചേർത്തത് എന്ത്? ഇഖ്ലാസുൻ നിയ്യത്ത്. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മൾ പരസ്പരം ഈ ക്ലാസ്സിൽ ഒരുമിച്ച് കൂടും. നമ്മൾ ഈ നിയ്യത്ത് നമ്മുടെ മനസ്സിലുണ്ടായാൽ പിന്നെ ആ നിയ്യത്തിനെതിരായ എല്ലാം നമ്മുടെ മനസ്സിൽ നിന്ന് പോകണം. മനസ്സിലായില്ലേ? നമ്മൾ ഈ ഹദീസ് കൂടി വായിച്ചാൽ മനസ്സിലാവും. ഈ നിയ്യത്തിനെതിരായ എല്ലാം നമ്മുടെ മനസ്സിൽ നിന്ന് പോകണം. അപ്പോൾ നമുക്ക് പരസ്പരം ഷെയ്ഖ് ഇമാം നബവി തങ്ങൾ ഓതിയിലെ ആദ്യത്തെ ആയത്ത് വതആവനു അലൽ ബിർരി വത്തഖ്വ, നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹകരിക്കുന്നവരാകണം. ഈ സഹകരണത്തിന് വിരുദ്ധമാകുന്ന എല്ലാം നമ്മുടെ മനസ്സിൽ നിന്ന് വെറുപ്പ് പാടില്ല, വിദ്വേഷം പാടില്ല, ദ്രോഹിക്കരുത്, മോശമായി നോക്കരുത്, മോശമായ വാക്ക് പ്രയോഗിക്കരുത്. ഇതൊന്നും ഈ നിയ്യത്ത് നന്നായ ആളുകൾ പിന്നെ എന്ത് ചെയ്യാൻ നമ്മൾ ഒഴിവാക്കണം. മൂന്നാമത്തെ കാര്യം നമ്മൾ അറിയേണ്ടത്, അല്ലാഹു തആല നമ്മളെ അഗാധമായി അള്ളാഹു നമ്മളെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ ലക്ഷണമാണ് നമ്മളിവിടെ എത്തി. അല്ലേ? ഉറപ്പില്ല എല്ലാവർക്കും? ഇവിടെ നമ്മളെത്താൻ കാരണം എന്താ? അള്ളാഹുവിൻ്റെ സ്നേഹം. അല്ലെങ്കിൽ നമുക്ക് എത്ര സ്ഥലമുണ്ട് പോയിരിക്കാം. ബീച്ചിലൊക്കെ എന്ത് രസമുള്ള സ്ഥലങ്ങളുണ്ട്, വേറെ എത്ര അല്ലേ, എൻ്റർടൈൻമെൻറ്റ് വരെ എത്ര നല്ല സ്ഥലമുണ്ട്. പക്ഷെ നമ്മൾ വളരെ നല്ലൊരു സമയം, അത് അതിൻ്റെ അർത്ഥം അല്ലാഹ് നമ്മളെ സ്നേഹിച്ചിട്ടുണ്ടാകും. മനസ്സിലായില്ലേ? പക്ഷെ ആ സ്നേഹം പൂർത്തിയാകണമെങ്കിൽ നമ്മൾ പരസ്പരം സ്നേഹിക്കണം, ഇഷ്ടപ്പെടണം. നമ്മൾ പരസ്പരം സ്നേഹിക്കണം, ഇഷ്ടപ്പെടണം. അപ്പോഴേ അള്ളാഹുവിൻ്റെ സ്നേഹം നമുക്ക് പൂർത്തിയായി കിട്ടുള്ളൂ. ഈ ക്ലാസ് നിങ്ങൾക്ക് എടുക്കാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ എൻ്റെ ഇൽമല്ല, ഷെയ്ഖ് ഉസൈമീൻ്റെ ഇൽമാണ്. അത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ എന്നെ പ്രേരിപ്പിച്ചത് നിങ്ങളോടുള്ള ആഴത്തിലുള്ള സ്നേഹമാണ്. ആ സ്നേഹത്തിൻ്റെ അടിസ്ഥാനം നിങ്ങൾ എൻ്റെ മാതാക്കളോ പിതാക്കളോ സഹോദരന്മാരോ സഹോദരിമാരോ ഒന്നുമല്ല, പക്ഷെ അതിനേക്കാൾ കടുപ്പമുള്ള ബന്ധം നമ്മൾ തമ്മിലുണ്ട്. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വത്തുൻ. ഏത് രക്തബന്ധത്തെക്കാളും കുടുംബബന്ധത്തെക്കാളും ശക്തിയുള്ള ബന്ധമാണെന്ത്? അള്ളാഹുവിൻ്റെ പേരിലുള്ള ബന്ധം. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ പേരിൽ ഞാൻ നിങ്ങളെല്ലാവരെയും സ്നേഹിക്കുന്നു. ആ സ്നേഹമാണ് ഇത് പറയാൻ, ഈ ക്ലാസ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ എന്നെ പ്രേരിപ്പിക്കുന്ന വസ്തുത. നാലാമത്തെ കാര്യം, ഈ പറയുന്ന സംസാരങ്ങളിൽ വല്ല അബദ്ധങ്ങളും തെറ്റുകളൊക്കെ വന്നാൽ നിങ്ങൾ ചൂണ്ടിക്കാണിക്കണം. അത് ശൈത്താനിൽ നിന്നുള്ളതാണ്. മനസ്സിലായില്ലേ? ഇതിൽ വല്ല ശരിയുണ്ടെങ്കിൽ, പറയുന്നതിലുള്ള ശരി അത് എന്നിൽ നിന്നും അള്ളാഹുവിൽ നിന്നുമുള്ളതാണ്. മറ്റത് ശൈത്താൻ്റെ അടുത്ത് നിന്നുള്ളതാണ്. ശൈത്താൻ്റെ അടുത്ത് നിന്നുള്ളത് നിങ്ങൾ ഒരിക്കലും പ്രചരിപ്പിക്കരുത്.
അള്ളാൻ്റെ അടുത്ത് നിന്നുള്ളതായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, പ്രചരിപ്പിക്കേണ്ടത്. വല്ല അബദ്ധവും തെറ്റും ഒക്കെ വന്നാൽ നിങ്ങൾ എന്നോട് പറയണം. അതാണ് നമ്മൾ നിയ്യത്ത് നന്നാക്കിയാൽ പിന്നെ നമുക്ക് ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങളിൽ പെട്ടതാണ് എന്ത്, തനാസുഹ്, അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഗുണദോഷിക്കണം. മനസ്സിലായി? ഈ 4 കാര്യം നമ്മളെ മനസ്സിലുണ്ടാകണം. മഗ്രിബ് നമസ്കരിക്കാൻ അടുത്ത പള്ളിയിൽ എവിടെയെങ്കിലും എത്തിയാൽ നമുക്ക് വേഗം തുടങ്ങാം. എന്നാൽ ഇഷാ നമസ്കരിക്കാൻ നമുക്ക് പള്ളിയിൽ ജമാഅത്തിന് പോകാം. ഇഷാ പള്ളിയിൽ വെച്ച് ജമാഅത്തായിട്ട് നമസ്കരിക്കാനാണ് ഏറ്റവും പ്രതിഫലമുള്ളത്. പക്ഷേ ദീന് പഠിക്കാനും ഇതുപോലെയുള്ള കാര്യങ്ങൾ പഠിക്കാനും വേണ്ടി നമസ്കാരം പിന്തിക്കുന്നത് തെറ്റോ കുറ്റമോ അല്ല. പക്ഷെ നമ്മൾ ജമാഅത്തായി നമസ്കരിച്ചിട്ട് എന്ത് ചെയ്യാവൂ, പിരിഞ്ഞു പോകാവൂ. ശ്രദ്ധിക്കണം. ഇതിൻ്റെ പേരിൽ ഒരാൾക്ക് ജമാഅത്ത് നമസ്കാരം നഷ്ടപ്പെടരുത്. നഷ്ടപ്പെട്ടാൽ അത് കുറ്റമായിരിക്കും. മനസ്സിലായി? ഇതിൻ്റെ പേരിൽ നിങ്ങൾക്ക് നമസ്കാരം പിന്തി എന്നതെന്തല്ല, കുറ്റമല്ല. പക്ഷെ ജമാഅത്ത് നഷ്ടപ്പെടുത്തിയാൽ അത് കുറ്റമായിരിക്കും. ഞാൻ ആദ്യം പറഞ്ഞതാണ് നമുക്ക് ഏറ്റവും നല്ലത്, അഭികാമ്യമായിട്ടുള്ളത്. നേരത്തെ നമുക്ക് തുടങ്ങാം, സ്കരിക്കാൻ വേണ്ടി എന്ത് ചെയ്യാം, അവസാനിപ്പിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ അമൽ ഒരു സാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാവരുടെയും നിയ്യത്തുകളിൽ വന്ന എല്ലാ ദോഷങ്ങളും അല്ലാഹു നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ഇഖ്ലാസും നിയ്യത്തുള്ള മഹാഭാഗ്യവന്മാരിൽ അവൻ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.